we can start. Oh, buy snacks എന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ തുടങ്ങാല്ലേ മനോജ്? തുടങ്ങാം. Kindly prepare your kids for the same. Streaming start ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തുടങ്ങാല്ലേ? Yes, we can start. മനോജയുടെ യൂട്യൂബ് സ്ട്രീം ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പരിപാടി ആരംഭിക്കട്ടെ? ആരംഭിക്കൂ. യെസ്, ഗോ അഹെഡ്. ഇപ്പോ ദർശന നടത്തുന്ന ഇഗ്നൈറ്റ് ഇന്നൊവേഷൻ ചലഞ്ചിന്റെ 2ാം വർഷത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. അതിന്റെ ഭാഗമായി ഈ വർഷത്തെ ഇഗ്നൈറ്റ് 2022 ഫലപ്രഖ്യാപനവും അതുപോലെ തന്നെ അതിന്റെ അവാർഡ് ദാനവുമാണ് ഇന്ന് നടക്കുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാം എന്ന് ഏറ്റത് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകളാണ്. അദ്ദേഹത്തെ ഇന്ന് രാവിലെയും കണ്ടിരുന്നു. അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണുള്ളത്. ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ പരിപാടിക്കിടയിൽ അദ്ദേഹം യോഗത്തിൽ പ്രവേശിച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഇവിടെ ഡൽഹിയിലെ കൈരളിയിലെ ഓൺലൈൻ സംവിധാനം ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. മീറ്റിംഗിനിടയ്ക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റുന്ന സമയത്ത് അദ്ദേഹം പ്രവേശിച്ചോളാം. അദ്ദേഹത്തിന്റെ സന്ദേശം ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ഈ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ദർശന പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പുരോഗമനകാരികളായ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ദർശന ഏറ്റെടുത്തു വരുന്നുണ്ട്. പ്രളയബാധിതരായി വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതടക്കം ഒട്ടേറെ നടപടികൾ ഇപ്പോ നമ്മൾ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഈ പറയുന്ന പോലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്ക് സഹായിക്കുന്നതിന് വേണ്ടി പാലക്കാട് മണ്ഡലം MP ആയിരിക്കുമ്പോൾ ശ്രീ MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രഡിക്റ്റ് സ്കോളർഷിപ്പിന്റെ ബ്രിഡ്ജിന്റെ ഒക്കെ തന്നെ ചുമതല ദർശന വഹിച്ചിരുന്നു. ഇപ്പോ ഷോളയൂർ ആദിവാസി മേഖലയിലെ സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ പാഠ്യ പദ്ധതിയിലും കരിക്കുലത്തിലും ഇടപെടുകയും അവർക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ദർശന ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊട്ടേറെ മേഖലകളിൽ ദർശന വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിൽ തങ്ങളുടെ പ്രൊഫഷണലായും അല്ലാതെയുമുള്ള ശേഷി സമൂഹത്തിന് ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ നിലയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. 1970 കാലഘട്ടം മുതൽ കഴിഞ്ഞ വർഷം വരെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള പുരോഗമനകാരികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുകയും ഇപ്പൊ നിലവിൽ 1000-ലേറെ മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടനയായി ദർശനയ്ക്ക് മാറാൻ കഴിഞ്ഞു. ദർശന ഏറ്റെടുത്തിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ് ദർശന കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോജക്റ്റുകൾക്ക് പ്രഭാകരൻ അവാർഡ് എന്ന രൂപത്തിൽ നമ്മുടെ ഒരു 1987 ബാച്ചിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ അദ്ദേഹത്തിന്റെ നിര്യാണത്തിലുള്ള
നമ്മുടെ എന്താ പറയാ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു അവാർഡ് കൊടുക്കുന്ന തീരുമാനം എടുക്കുകയും ആ നിലയ്ക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇന്നവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കണ്ടെത്തി അവാർഡ് കൊടുക്കുകയും ചെയ്തു പോന്നിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായി അതിനെ കുറെ കൂടി മെച്ചപ്പെടുത്തി കേവലം ഒരു വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റിന് ഒരു അവാർഡ് കൊടുക്കുക എന്നതിൽ വ്യത്യസ്തമായി അവരുടെ പ്രോജക്റ്റ് ഫോർമേഷൻ മുതൽ തന്നെ പരമാവധി വിദ്യാർത്ഥികളുമായി ഇടപെടുകയും സമൂഹത്തിന് ആവശ്യമുള്ള ചില വിഷയങ്ങളിൽ ആവശ്യമായ പഠന പ്രവർത്തനങ്ങൾ നടത്തി പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും ആ നിലയ്ക്കൊരു ഇന്നവേറ്റീവായി നമ്മുടെ സമൂഹത്തിലെ വിവിധ തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇടപെടുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രോജക്റ്റുകളെ ആകെ ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഇന്നവേഷൻ ചലഞ്ച് എന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല പ്രോജക്റ്റുകൾ കണ്ടെത്തി അതിന് അവാർഡ് കൊടുക്കുകയും അത് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം ആയി വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകുകയൊക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇഗ്നൈറ്റ് എന്ന പ്രോഗ്രാം കഴിഞ്ഞ വർഷം ആരംഭിച്ചത്. ഇപ്പോ ഈ വർഷം ഇഗ്നൈറ്റ് 2022 കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി KTUവിന്റെയും അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും സ്റ്റാർട്ടപ്പ് മിഷന്റെയും അതുപോലെ തന്നെ KDISC-ന്റെ ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് ഇപ്പോ ഈ തവണ അവരുടെയൊക്കെ ഒരു സഹായ സഹകരണത്തോടു കൂടി അവരുടെ ഇടപെടലുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ ഇഗ്നൈറ്റ് പ്രോഗ്രാം ദർശന സംഘടിപ്പിക്കേണ്ടായത്. കഴിഞ്ഞ വർഷം 50 കോളേജുകളിൽ നിന്നായി, അത് പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം കേന്ദ്രീകരിച്ചത്, 50 കോളേജുകളിൽ നിന്നായി 125ഓളം പ്രോജക്റ്റുകളാണ് ഇതിന്റെ ഭാഗമായി വാല്യൂറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ ഇത്തവണ 158 പ്രോജക്റ്റുകൾ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ആയി നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് 5 ബെസ്റ്റ് പ്രോജക്റ്റുകൾ എന്ന നിലയിൽ അഡ്ജഡ്ജ് ചെയ്ത് എടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ പ്രോജക്റ്റുകൾ പരിചയപ്പെടുത്തുകയും അവർക്കുള്ള അവാർഡ് നൽകുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ലക്ഷ്യം. ഈ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ നിയമവകുപ്പ് മിനിസ്റ്റർ ശ്രീ P. രാജീവ് അവർകളാണ്. കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറ്റുന്നതിൽ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ വളർച്ചയിൽ പ്രത്യേകിച്ചും ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാൻ നിലവിലുള്ള ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഗവൺമെന്റിൽ വ്യവസായ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അവാർഡ് വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ MS ആണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദർശന നടത്തുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും എല്ലാ നിലയിലും സഹായകരമായി നമുക്ക് എപ്പോഴും പ്രചോദനം എന്ന നിലയിലാണ് ഡോക്ടർ രാജശ്രീ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും തീർച്ചയായും അവരുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവരെ ഈ പരിപാടിയിൽ ഈ അവാർഡ് വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ബഹുമാന പുരസ്സരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഡോക്ടർ സജി ഗോപിനാഥാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ കേരളത്തിലെ വ്യവസായ വൽക്കരണത്തിന് പല രൂപത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് സജി. പല രൂപത്തിൽ കൺസൾട്ടൻസി ആയും അല്ലാതെയും ഒക്കെ സമൂഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് കൂടിയാണ് സജിയെ നാം ഈ യോഗത്തിലേക്ക് കാണുന്നത്. ഡോക്ടർ സജി ഗോപിനാഥനെ വളരെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇഗ്നൈറ്റ് 2022 പ്രവർത്തനങ്ങളിൽ നല്ല നിലയിൽ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പദ്ധതികളെ ആ നിലയിൽ കൊണ്ടുവരുന്നതിന് ഒരു സ്റ്റാർട്ടപ്പ് സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന്
സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനകത്ത് ദക്ഷിണേന്ത്യയിലല്ല, ഈ പറയുന്ന സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായി കേരളത്തെ മാറ്റി തീർക്കുന്നതിന് കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തിയെടുക്കുന്നതിന് സഹായകരമായ രൂപത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO കൂടിയായിട്ടുള്ള ശ്രീ അനൂപ് അംബിക നമ്മുടെ ഈ യോഗത്തിന് ആശംസകൾ നേരുന്നുണ്ട്. അനൂപ് അംബികയെ വളരെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ KDISC കേരളം ഒരു നോളജ് സൊസൈറ്റിയിലേക്ക് മാറുമ്പോൾ, ഒരു വിജ്ഞാന സമൂഹമായി വളരുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് വലിയ രൂപത്തിൽ സഹായം നൽകുന്നതിന് വേണ്ടി സംസ്ഥാനം രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് KDISC നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംരംഭകരെ കണ്ടെത്തുക, ആവശ്യമായ നൈപുണി പകരുക, പുതിയ വിജ്ഞാന ശാഖകളെ കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് KDISC. ആ KDISCന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ ഈ യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. നേരത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിലും അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റ് എന്ന നിലയിലുമൊക്കെ ശ്രീ ഉണ്ണികൃഷ്ണന്റെ സേവനം നാം കണ്ടിട്ടുള്ളതാണ്. KDISC കേരളത്തിന് നൽകാൻ പോകുന്ന നേട്ടങ്ങളിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു മാന്യ വ്യക്തിയാണ് ശ്രീ PV ഉണ്ണികൃഷ്ണൻ. ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ഈ യോഗത്തിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും, ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന ദർശനയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ KC മനോജ്, ദർശനയുടെ മറ്റു പ്രവർത്തകർ, ഈ ഇഗ്നൈറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇവാലുവേഷൻ അടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുള്ള അക്കാദമിക് സമൂഹത്തിൽപ്പെട്ട ആളുകൾ, KTUവിന്റെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള അധ്യാപകർ, മറ്റ് സഹപ്രവർത്തകർ, ദർശനയുടെ അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിരമിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു സുരേഷ്. അപ്പം നമുക്ക് ഇനി അടുത്തത് ഇതിന്റെ ഒരു ഇനോഗ്രേഷൻ പ്രസംഗമാണ്. അപ്പം മിനിസ്റ്റർക്ക് ഡയറക്റ്റായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ആണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പേ ഓൾറെഡി എനിക്ക് തോന്നുന്നത് നമ്മളെ ഇഗ്നൈറ്റ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് സുരേഷ് അത്യാവശ്യം വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇഗ്നൈറ്റിനെ പറ്റി സംസാരിച്ചോട്ടെ. ഇഗ്നൈറ്റ് നമ്മൾ പ്രധാനമായിട്ടും ലോഞ്ച് ചെയ്തത് basically ഒരു we wanted this to be a innovation and entrepreneurship platform for the people in our state. അപ്പം അതിൽ നമ്മളെ സൈഡിൽ നിന്ന്, അതായത് ഫ്രം ദർശന സൈഡ്, ആ പ്രോമിസ് ഇസ് ദാറ്റ് our complete collective talent. അപ്പം 1000-ലധികം മെമ്പേഴ്സ് ഉണ്ട്. we are spread across the globe with various seniority. We have a lot of entrepreneurs amongst us. അപ്പം ഈ ഒരു ടാലന്റ് പൂളിനെ കേരളത്തിലുള്ള ഒരു എന്റർപ്രണർഷിപ്പ് എക്കോസിസ്റ്റം എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതിൽ നമ്മൾ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പം ഈ സ്റ്റാർട്ടപ്പ് മെച്യൂർ ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ഓഫ് കോഴ്സ് ഓപ്പറേഷണൽ ആൻഡ് ടെക്നിക്കൽ ഗൈഡൻസ് നമ്മളെ സൈഡിൽ നിന്ന്, നമ്മളെ മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് കൂടാതെ ഈവൻ മെച്യൂർ ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജിലേക്ക് വരുന്ന പ്രൊജക്ടുകൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്നതിൽ പോലും നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് നമ്മൾ ഇഗ്നൈറ്റ് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തത്. അപ്പൊ ഈ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതിപ്പം സെക്കൻഡ് ഇയറിൽ നമ്മൾ മെയിൻലി ഇപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിനെയാണ്.
അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലൈക്ക് ദർ ഇസ് ഫെയർ എമൗണ്ട് ഓഫ് ഫെസിലിറ്റി അവൈലബിൾ ഇൻ കോളേജസ്. IEDC സെല്ലും പിന്നെ നമുക്ക് ഐ തിങ്ക് വി ഹാവ് കപ്പിൾ ഓഫ് ഇൻക്യുബേഷൻ സെന്റേഴ്സ്. പിന്നെ കേരളത്തിൽ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം വളർന്നു വരുന്നുണ്ട്. സോ വൈ നോട്ട് കൈൻഡ് ഓഫ് nurture and provide opportunities at a college or a university level എന്നുള്ളൊരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ അറ്റ്ലീസ്റ്റ് ഈ വർഷം അഡ്മിഷന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഈ ആക്ച്വലി ഈ യങ് എന്റർപ്രണേഴ്സിനെ കണ്ടെത്തുകയും അവർക്ക് എങ്ങനെ എന്ത് തരത്തിൽ നമുക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി കുറച്ചും കൂടി ഒന്ന് വിപുലമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു മേഖലയിലേക്ക് കൂടി കിടക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു താല്പര്യം. അപ്പൊ ഇത്രയും ബ്രീഫായിട്ട് പറഞ്ഞുകൊണ്ട് മിനിസ്റ്റർ ഇല്ലാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് വി ക്യാൻ പ്ലേ ഹിസ് വീഡിയോ. അഭിഷേക്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ 1971 മുതൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ദർശന വിവിധ മണ്ഡലങ്ങൾക്കകത്ത് ക്രിയാത്മകമായ സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ നാട് സേവനം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം ദർശന ആ ദൗത്യം ഏറ്റെടുക്കുകയും വിജയകരമായി മാനവികമായ സ്വഭാവത്തോടുകൂടി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്തിന്റെ സവിശേഷത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ദർശന ഇപ്പോൾ പുതിയ ഒരു തലത്തിലേക്ക് കഴിഞ്ഞ 2-3 വർഷമായി സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ വിദ്യാർത്ഥികളിലേക്ക് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ദർശന പാലക്കാട് ഈ സംവിധാനം ഇത്തവണ IGNITE എന്നുള്ളത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സംരംഭകത്വവും നൂതന സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും KDISCും എല്ലാം നൂതന ആശയങ്ങൾ വികസിപ്പിക്കാനും വികസിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ പ്രയോഗത്തിലേക്ക് എത്തിക്കുന്നതിനും അതിനെ സംരംഭമായി വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന സംവിധാനങ്ങളുമാണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു മത്സരം സംസ്ഥാന തലത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. സംരംഭകത്വം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ബോധമായി, ഒരു സാമൂഹ്യ ബോധമായി തന്നെ കേരളത്തിൽ ശക്തിപ്പെടേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പൊതുവെ തൊഴിൽ തേടി പോകുന്നവരാണ് എന്നതിൽ നിന്ന് തൊഴിൽ നൽകുന്നവരാക്കി മാറ്റാനുള്ള ശ്രമം കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം സംരംഭക വർഷമായിട്ടാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുവഴി 1 ലക്ഷം സംരംഭം ഈ സാമ്പത്തിക വർഷം കേരളത്തിൽ ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. 1 ലക്ഷം സംരംഭം എന്നുള്ള ടാർഗറ്റ് നമ്മുടെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഒന്നായി തോന്നിയെന്ന് വരാം. കാരണം 17,300 ഇതുവരെയുള്ള കേരളത്തിൽ ഒരു വർഷം രജിസ്റ്റർ ചെയ്ത MSMEകളുടെ ഏറ്റവും ഉയർന്ന എണ്ണം എന്നുള്ളത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടും എന്നാൽ കേരളത്തിന് വളരെയേറെ പൊട്ടൻഷ്യൽ ഉണ്ട് ഈ MSMEകളുടെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ കാര്യത്തിൽ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് സംരംഭക വർഷത്തിൽ 1 ലക്ഷം പുതിയ സംരംഭങ്ങൾ എന്ന കാഴ്ചപ്പാട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനവും പ്രധാനമായിട്ട് നടക്കുന്നുണ്ട്. പഞ്ചായത്ത് വകുപ്പ്, സഹകരണം, കൃഷി, ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി, ഇങ്ങനെ വ്യത്യസ്ത വകുപ്പുകളെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷകരമായ സംഗതി, ഇപ്പോൾ 4 മാസം സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ക്വാർട്ടറും 1 മാസം കൂടി 4 മാസം പിന്നിടുമ്പോൾ ഏകദേശം 45,000 സംരംഭങ്ങൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്നതിന്റെ 3 മടങ്ങിനടുത്ത് 4 മാസം കൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ക്യാമ്പയിൻ ലക്ഷ്യം മറികടക്കും എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് കാണുന്നത്. ബാങ്കുകൾ വായ്പ നൽകുന്നതിന് പൊതുവായ സ്കീം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് ഇൻട്രസ്റ്റ് സബ്വർഷൻ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പുതിയ ഇന്നോവേഷൻസ് വരുന്നു, അതിന്റെ തുടർച്ചയിൽ നമ്മുടെ നാട്ടിൽ ഇൻക്യുബേറ്റേഴ്സുകൾ, ആക്സിലറേറ്ററുകൾ, സ്റ്റാർട്ടപ്പുകൾ, നമുക്ക് നേരത്തെ പരിചിതമല്ലാതിരുന്ന മേഖലകൾക്കകത്ത് ക്യാമ്പസുകളും സമൂഹവും സംരംഭകരും എല്ലാം സഹകരിക്കുന്നുണ്ട്. അക്കാദമിക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വ്യവസായങ്ങളും തമ്മിലുള്ള ഒരു പാരസ്പര്യം അല്ലെങ്കിൽ ലിങ്കേജ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാലത്തെന്നാണ് സർക്കാർ കരുതുന്നത്.
അതുകൊണ്ട് തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ക്യാമ്പസുകൾക്കകത്ത് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻക്യുബേറ്ററുകൾ യൂണിവേഴ്സിറ്റികൾക്കകത്ത് പ്രവർത്തിക്കുന്നു. സർവകലാശാലകൾക്കകത്ത് പുതിയ കമ്പനികൾ ഇത്തരം പ്രൊജക്ടുകൾക്ക് നേതൃത്വം നൽകാൻ ഇതുപോലെയുള്ള സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനെല്ലാം പുതിയ കമ്പനികൾ യൂണിവേഴ്സിറ്റികൾക്കകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിജയകരമായി അത് കമ്പനികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ടപ്പുകളിൽ നേരത്തെ IT എന്നാണ് നമ്മളെല്ലാവരും പരിഗണിച്ചിരുന്നതെങ്കിൽ അടുത്തിടെ ക്യാബിനറ്റ് തന്നെ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. IT അനുബന്ധമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും, അത് സബ്സിഡി ഇൻസെന്റീവ് ആകാം, അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റിലുള്ള പ്രയോറിറ്റി ആകാം, എല്ലാ ആനുകൂല്യങ്ങളും IT ഇതര സ്റ്റാർട്ടപ്പുകൾക്ക് കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് പുതിയതായി ഈ മേഖലയിലേക്ക് സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് ഏറെ പ്രോത്സാഹനം നൽകുന്ന ഒരു തീരുമാനമാണ്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇന്ന് കേരളത്തിലാണുള്ളത് എന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലോകോത്തര കമ്പനികൾ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ IBM-ന്റെ ഇന്ത്യൻ ഓപ്പറേഷൻസ് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. TCS-ന്റെ ഒരു ക്യാമ്പസ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. മറ്റൊന്ന് 36 ഏക്കറിൽ കൊച്ചിയിൽ അവർ സ്ഥലം വാങ്ങിക്കഴിഞ്ഞു കിൻഫ്രയിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ടാറ്റ എലക്സിയുടെ ഏകദേശം 50% വർക്ക് ഫോഴ്സ് ഇന്ന് കേരളത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി കൊഗ്നിസന്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്നലെ കൊച്ചിയിൽ അവരുടെ പ്രധാന ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പോൾ ലോകോത്തര IT കമ്പനികളുടെ കേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ളതും വളരെ അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം സഹായകരമാകുന്ന ഒരു അന്തരീക്ഷം, ഒരു എക്കോസിസ്റ്റം ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളിലൊക്കെ കൂടി അത് കൊണ്ടുവരേണ്ടത് അവിടെ മുതൽ നമുക്ക് സമൂഹത്തിന്റെ പൊതുബോധമാക്കി വികസിപ്പിക്കുക സർക്കാരിന്റെയും ലക്ഷ്യമാണ്. പുതിയ ആശയങ്ങൾ വിടരട്ടെ. അതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദർശന എടുത്ത ഈ മുൻകൈയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ IGNITE-2022 ഈ സമാപന മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങുകളും ഈ സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പം മിനിസ്റ്ററുടെ മീറ്റിംഗിന്റെ ഇടയിൽ സൗകര്യമാതിരി ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മളുടെ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകാം. അടുത്തായിട്ട് ഡോക്ടർ രാജശ്രീ, ഓണറബിൾ വൈസ് ചാൻസലർ, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അവരുകളെ ഞാൻ ക്ഷണിക്കുന്നു ഈ ഒരു മീറ്റിംഗിനെ ഫെലിസിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ യോഗത്തിന്റെ വെർച്വലായിട്ട് നടക്കുന്ന ഈ യോഗത്തിൽ വെർച്വലായി തന്നെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജീവ്, ദർശനയുടെ പ്രസിഡന്റ് ശ്രീ മനോജ്, ഡോക്ടർ MG സുരേഷ് കുമാർ, പ്രൊഫസർ സജി ഗോപിനാഥ്, മിസ്റ്റർ അനൂപ് അംബിക, all the members, team members who are present here, members of Darshana, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റ് എല്ലാ ബഹുമാന്യ വ്യക്തികളെ, ഇഗ്നൈറ്റിന്റെ 2ാമത്തെ വർഷമാണ് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ വളരെ ആകർഷകമായ വളരെയധികം പദ്ധതികളിലൂടെ കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് നമുക്ക് കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. IT-യിലും അനുബന്ധ മേഖലകളിലും അല്ലാതെ റീജിയണലായി പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പുകളും മറ്റും തുടങ്ങാൻ വ്യവസായ വകുപ്പും കൂടി ചേർന്ന് കൈകോർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്ന അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇത് സാങ്കേതിക സർവകലാശാലയെ സംബന്ധിച്ചുള്ളവരും വളരെ പ്രതീക്ഷകൾ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും. സാങ്കേതിക സർവകലാശാലയ്ക്ക് ഇതിൽ നടത്താൻ പറ്റുന്ന ഇടപെടലുകൾ ഈ ദർശന പോലെയുള്ള സംഘടനകൾക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ ചെറുതാണ്. കാരണം നമ്മുടെ അധ്യാപക സമൂഹവും വിദ്യാർത്ഥികളും വളരെ ചിട്ടപ്പെടുത്തിയ ഒരു ക്രമത്തിൽ നിന്നുകൊണ്ട് പരീക്ഷകളും കോഴ്സുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇതില് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള സമയം കണ്ടെത്താനും ഒക്കെ കഴിയാറില്ല. വളരെയധികം പ്രതീക്ഷയാണ് നമുക്ക് ഈ ഒരു അസോസിയേഷൻ നൽകുന്നത്. അതുപോലെ തന്നെ
യൂണിവേഴ്സിറ്റി എന്നുള്ളത് അതിന്റെ സർവതോമുഖമായ പ്രവർത്തനങ്ങളിലും നാടിന്റെ വികസനത്തിനും കുട്ടികളുടെ എംപവർമെന്റിനും എല്ലാം പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ആകപ്പാടെയുള്ള ഒരു സിസ്റ്റം, ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്മെന്റ് ആണ് പ്രധാനം എന്ന് തന്നെയാണ് സാങ്കേതിക സർവകലാശാലയിലെ ലീഡർഷിപ്പും കാണുന്നത്. അതിന് മുന്നോടിയായി പലതരത്തിലുള്ള ചർച്ചകളും പല പ്രോജക്റ്റുകളും എല്ലാം നാം ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. ഈ ഒരു ആകപ്പാടെയുള്ള സിസ്റ്റത്തില് നോളജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഗ്യാപ്സ് ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് കുട്ടികളുടെ ശേഷിയും അവരുടെ ക്രിയേറ്റിവിറ്റിയും എല്ലാം ചാനലൈസ് ചെയ്യാനുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സാങ്കേതിക സർവകലാശാലയുടെ ഇത്തവണത്തെ ബഡ്ജറ്റിലും വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന് ഉപരിയായി സാങ്കേതിക സർവകലാശാലയുടെ PG പ്രോഗ്രാമിന്റെ ഘടനയിൽ വളരെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 2ാമത്തെ വർഷം പൂർണ്ണമായും ഇൻഡസ്ട്രിയിൽ ചെലവാക്കാനും അതിന് ഇൻഡസ്ട്രിക്ക് ഉതകുന്ന വിധത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയാസ് ഉപയോഗിച്ച് തീസിസ് ചെയ്യാനും അതിന് പബ്ലിക്കേഷൻസും പേറ്റന്റും ആ രീതിയിലും ഒക്കെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ തുറന്നു വെക്കുന്ന നീണ്ട ഒരു കാലയളവ് കുട്ടികളെ ക്യാമ്പസിൽ നിന്ന് മാറ്റി ചെയ്യാനായിട്ടും ഉള്ള ഒരു സാധ്യത ഇതിലുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മയ്ക്കും അതിലുള്ള പ്രാക്ടീഷണേഴ്സിനും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നോളജും മറ്റ് സ്കിൽസും വളരെ പ്രാധാന്യമാണ്. അതിന് വളരെ തുറന്ന സമീപനം തന്നെയാണ് സാങ്കേതിക സർവകലാശാല എപ്പോഴും എടുത്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഒന്നുകൂടെ ഞാൻ അറിയിക്കുകയാണ്. ഇനി ഈ സംരംഭം പലതരത്തിൽ ഇഗ്നൈറ്റ് ഇപ്പോൾ നമ്മളിപ്പം ഒരു കോമ്പറ്റീഷൻ എന്നതിലുപരി ഇതിനേക്കാളും കൂടുതൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഈ സൊസൈറ്റിക്ക് ഒന്ന് ആലോചിക്കാനും ഐഡിയാസുമായിട്ട് മുമ്പോട്ട് വരാനും പറ്റിയാലും വളരെ നന്നായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഈ സൊസൈറ്റിയിലുള്ള എല്ലാ പ്രമുഖ വ്യക്തികൾക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ രാജശ്രീ. അടുത്തതായിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് സാറിനെ ക്ഷണിക്കുന്നു ഈ മീറ്റിംഗ് ഫെലിസിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Good evening and thank you for inviting me. At the outset, hearty congratulations to all the winners of IGNITE and especially special appreciation and congratulations to the work Darshana is doing. We are very happy that Digital University could be a knowledge partner in this IGNITE 2021 as well as in IGNITE 2022. And we are very happy that IGNITE 2021 നിന്ന് 2022 വന്നപ്പോഴേക്കും ഏകദേശം ഇരട്ടിയോളം കുട്ടികൾ ഇതിൽ പങ്കെടുത്തു. I believe more than 500 people have participated in extremely relevant 3 themes and great products of great ideas have come out. ഒരു പക്ഷേ കേരളത്തിലെ സാങ്കേതികോ അല്ലെങ്കിൽ അല്ലാത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അലുമിനി അസോസിയേഷനിൽ ഏറ്റവും കൂടുതൽ ഒരു മാറ്റം വരുത്തുന്ന രീതിയിൽ ദർശനയാണ് മുമ്പിൽ വന്നിട്ടുള്ളത്. കാരണം നമ്മൾക്ക് അറിയാവുന്ന പോലെ കേരളത്തിലെ സ്റ്റാർട്ടപ്പിന്റെ ഗ്രോത്തിൽ ഉള്ള ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത് when you compare with other major hubs in the country like maybe Bangalore or Hyderabad or national capital region is that we don't have non-linear industries here. ഇപ്പോ ആമസോണോ അല്ലെങ്കിൽ ഗൂഗിളോ പോലെയുള്ള ഇൻഡസ്ട്രീസിന്റെ ഒരു അഭാവം നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഐഡിയയെ ഒരു നോൺ ലീനിയർ രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ചലഞ്ച് ആയിട്ട് വരാറുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷന്റെ പോയിന്റ് ഓഫ് വ്യൂയില് I was heading startup mission before this role, we find that we many times find a big lack of getting good mentors for this startups person. ഇതാണ് ഒരു സൈഡിലുള്ള ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മുടെ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പോയവരാണ് ഇന്ന് ലോകത്തിന്റെ
മിക്കവാറുമുള്ള എല്ലാ ടോപ്പ് കമ്പനികളുടെയും ലീഡർഷിപ്പ് പൊസിഷനുകളിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു അലുമിനി ബേസ് കേരളത്തിനുണ്ട്. ആ അലുമിനി ബേസ് നമ്മുടെ യങ് സ്റ്റാർട്ടപ്സുമായിട്ട് അല്ലെങ്കിൽ യങ് ഇന്നോവേറ്റേഴ്സുമായിട്ട് ചേരുകയാണെങ്കിൽ we can actually make a big change per se. And I am extremely happy that Darshana is doing exactly that they are actually mentoring the young talent, looking at supporting them. ഇതൊരു ജസ്റ്റ് ഒരു ഇവന്റ് മാത്രമായിട്ടല്ല ഇഗ്നൈറ്റിനെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്, where quite a bit of knowledge sharing sessions have happened, quite a bit of hand holding has happened, and very relevant themes have been taken, which has got both social relevance as well as potential for growing into large companies per se. So അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നടന്നിട്ടുള്ള പല ഇവന്റുകളിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, that is I think basically where I believe we may have to go to the next level. Honorable വൈസ് ചാൻസലർ പറഞ്ഞതുപോലെ KTU ഇന്ന് ഇതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവറോൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അക്കാഡമിക് എൻവറോൺമെന്റിനെ ഇൻഡസ്ട്രി എൻവറോൺമെന്റിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയുടെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലീഡേഴ്സിന്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ആ ഗ്യാപ്പാണ് നമുക്ക് നമ്മുടെ അലുമിനി അസോസിയേഷൻസും അലുമിനി ഗ്രൂപ്പുകൾക്കും ചെയ്യാൻ കഴിയുന്നത്. That can actually be in the terms of knowledge, it can be terms of even financing support, in the early stage grant support and things like that. But I'm sure that Darshana will be planning many of these things. ഇന്ന് വിന്നേഴ്സ് ആയവരും വിന്നേഴ്സ് അല്ലാതെ വന്നിട്ടുള്ള ഒരുപക്ഷെ നല്ല ഐഡിയകൾ കൊണ്ടുവന്നവരും ഇവരുടെ എല്ലാവരുടെയും ഒരു ഗ്രോത്ത് പാത്തിലും കൂടി I believe that Darshana will actually show them and handhold them so that they can actually become very successful companies person. ഇപ്പൊ കേരളത്തില് IIM കോഴിക്കോട്, the place where I was working earlier, has actually created a small venture fund, an angel fund of the people, the alumni of IMK as such, and that they actually support this type of startups coming from IIM incubator, early stage seed funding. പക്ഷെ അത് വളരെ സക്സസ്ഫുൾ ആണ്, കാരണം അതില് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അവർക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുകയുണ്ടായി. അപ്പൊ ഒരുപക്ഷെ നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലോങ് റണ്ണില് ഇതൊരു ഇൻസ്പിറേഷണൽ പ്രോഗ്രാം എന്നതിനോടൊപ്പം തന്നെ ഇതിനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കാൻ കഴിയുകയും ഈ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അലുമിനിയുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഐ എം ഷുവർ ദാറ്റ് others also will take. There are some other attempts, like for example NITs, a few people from NIT has created an angel fund earlier, but not to an association per se. അങ്ങനെ ഒരു സ്റ്റേജിലേക്കും കൂടി ഇതിന്റെ ഇഗ്നൈറ്റിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ വരികയാണെങ്കിൽ we can actually create a new model of startup development in the state, because I think we are at a point where almost every element of the startup ecosystem, the innovation ecosystem is in place. The academic community, the academic universities like KTU or MC universities actually doing a great work of promoting that. You have associations like Darshana is doing. There are a lot of young kids who are interested with the ideas. So I think this is a right combination, and that can actually go into the next stage as such. So let me once again thank Darshana for taking this initiative, and once again congratulate all the winners and all the participants. And I hope that Darshana 2023, Ignite 2023 will become even a much bigger event, and all those people who have participated, most of them will actually travel to make sustainable companies, and Darshana will support them in that journey also. Thank you very much. Thank you, Saji sir. Thank you for your inspiring words. And actually, our plan is also to kind of mature the program to a level where it is self-sustaining, and also we are able to do more than kind of identifying some sparks amongst the students. So that's our goal as well. I think we have better participation than last year. So with all your support, I think we are in the right direction. So next, I invite Mr. Anu Pampika, CEO of Kerala Startup Mission, to share his thoughts. യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ മനോജ് KC,
അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ എം ജി സുരേഷ് കുമാർ, യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ പി രാജീവ്, സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ MS, ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, ആൻഡ് KDIS മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, ദർശനയിലെ മറ്റു സുഹൃത്തുക്കളെ. കോവിഡ് കാലഘട്ടത്തിൽ എപ്പോഴോ നടന്ന ഒരു ഓൺലൈൻ മീറ്റിംഗിലാണ് ഞാൻ ആദ്യമായി അരുണനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അരുണനാണ് എന്നെ ദർശന എന്ന സംഘടനയിലേക്ക് ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദർശനയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു ആമുഖം എനിക്ക് തരുന്നത് അരുണനാണ്. And I have to say that I was pretty amazed with the breadth of things that he was doing. And then, Arunan told me about the IGNITE program that they've been conducting. And of course, after taking charge as the Startup Mission CEO, one of the first things that he sent me as a message is that, the IGNITE program is coming up. Would you be able to attend? And I said, of course, because I have so great respect for the organization and the activities that you guys are doing. So I'll definitely attend. അപ്പോൾ വളരെ വലിയ ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് വേണ്ടി ദർശന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്റ്റാർട്ടപ്പ് മിഷൻ CEO ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഏകദേശം 3 ആഴ്ച തികയുന്നേ ഉള്ളൂ. ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് മൈ ഫീറ്റ് വെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 3000 മുതൽ 4000 കമ്പനികൾ അടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരു പ്രാഥമിക കണക്കെടുപ്പിൽ അതിൽ ഏകദേശം ഒരു 300 മുതൽ 400 കമ്പനികൾ വരെ ഏർലി റവന്യൂസ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള റവന്യൂ ഉണ്ടാക്കുന്ന കമ്പനികളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ചുള്ള 1-2 ധാരണകൾ ഒന്ന് മാറ്റുക എന്നുള്ള ഒരു സഹായം കൂടി ദർശനെ പോലുള്ള ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടി ചെയ്തു തരണം. പൊതുവെ ജനങ്ങൾക്കിടയിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത് വളരെ ഹൈ ടെക്നോളജി ഏരിയകളിൽ മാത്രം വർക്ക് ചെയ്യുന്ന, മോസ്റ്റ്ലി അവർ IT അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നുള്ള വാക്കുകളൊക്കെയാണ് സ്റ്റാർട്ടപ്പ് മിഷനെ ബന്ധപ്പെട്ട് പൊതുവേ കേൾക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രാമത്തിലെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്റ്റാർട്ടപ്പ് മിഷൻ CEO ആയി എന്ന് പറഞ്ഞു വന്ന ഒരു കൺഗ്രാറ്റുലേറ്ററി മെസ്സേജിൽ അതിൻ്റെ അടിയിൽ IT മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ എഴുതിയതാണ്, നമുക്ക് ഇതിനെ കുറച്ചുകൂടി ജനകീയമാക്കണം. ബിക്കോസ് ദർ ഇസ് അപ്പം എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നോട് പറഞ്ഞത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഉദാഹരണം വെച്ചിട്ടാണ്. അതായത് ജഗ്മോഹൻ ഡാൽമിയ വെൻ ഹി വെന്റ് ടു ദ Tier 2 cities and picked up the Indian team after the first World Cup victory, he actually got all these people from the rural areas and we had a great team that was picked up. അപ്പോൾ ഞാൻ ഇന്നലെ മനോജുമായിട്ടും അരുണനുമായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്, one of the biggest challenges that we have is how do we identify these people who are the real inventors but who are actually in the rural villages. അവരെ എങ്ങനെ നമുക്ക് ഈ എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത കുറെ നാളുകളായിട്ട് സജി ഗോപിനാഥ് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ദർശന പോലെയുള്ള ഓർഗനൈസേഷൻസിന് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞ പോലെ കളമശ്ശേരിയും കഞ്ചിക്കോടുമാണ് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് എന്ന് നമുക്ക് തികച്ചു വിളിക്കാൻ പറ്റുന്ന 2 സ്ഥലങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ആ ഏരിയയിലുള്ള എക്കോസിസ്റ്റം വളരെ ഭംഗിയായി വർക്ക് ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ ഒരു ജനറൽ IT എന്നല്ല ഞാൻ പറയുന്നത്, അതിനുപരിയായിട്ട് ഇൻസ്ട്രുമെന്റേഷൻ, മാനുഫാക്ചറിങ്, മേ ബി തിങ്സ് ലൈക്ക് 3D പ്രിന്റിംഗ്, കൃഷി മൂല്യവർദ്ധിത വ്യവസായങ്ങൾ, അഫോർഡബിൾ ഹെൽത്ത് കെയർ, മെഡിക്കൽ ഡിവൈസസ്, ഇത്തരം ഏരിയകളിലെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാലന്റ് പൂൾ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പൊ ആ പാലക്കാടുള്ള റൂറൽ ടാലന്റിനെ നമുക്ക് എങ്ങനെ ടാപ്പ് ചെയ്യാം, ആദ്യമായിട്ട് കോയമ്പത്തൂരുമായിട്ട് അസോസിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇത്തരം കാര്യങ്ങൾ ദർശനയ്ക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ മറ്റൊരു കാര്യം ദർശനയോട് സൂചിപ്പിച്ചത്, ഇപ്പോ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരു ഐഡിയ ഗ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി വഴിയാണ് നമ്മൾ ആൾക്കാരെ ഈ എക്കോസിസ്റ്റത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു യൂഷ്വലി വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
എനിക്ക് ഇന്നൊരാശയം തോന്നിയാൽ ഞാൻ ചിലപ്പോൾ ഒരു വർഷം വെയിറ്റ് ചെയ്താലേ അടുത്ത ഇന്നോവേഷൻ ഗ്രാൻഡ് വരത്തുള്ളൂ. അല്ല, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില സെക്ടർ ഗ്രാൻഡുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡിൽ എനിക്ക് തോന്നുന്നു വല്ലാത്ത രീതിയിൽ ഇതിനെല്ലാം സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ആശയം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചൊന്ന് വികേന്ദ്രീകൃതമാക്കുകയും, അതായത് അതാത് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഐഡിയാസിനെ ദർശന പോലെയുള്ള സംഘടനകളുടെ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഒന്ന് ക്യൂറേറ്റ് ചെയ്ത് അത് സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ then you really only need one final round of ratification before you give the grant. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോയ്സ് റിഡക്ഷൻ ഓഫ് ഓൾ ദി ഗ്രാൻഡ് ആപ്ലിക്കേഷൻസ് ദാറ്റ് ആർ കമ്മിങ് ഇൻ, സ്റ്റാർട്ടപ്പ് മിഷൻ അതിനുള്ള ബാൻഡ്വിഡ്ത്ത് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡീസെൻട്രലൈസ്ഡ് ക്യൂറേഷൻ ഓഫ് ഐഡിയാസ്, അതാണ് ഇപ്പം ദർശന ചെയ്യുന്നത് ഇഗ്നൈറ്റ് പോലെയുള്ള പ്രോഗ്രാം വഴി. നിങ്ങളുടെ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് വരുന്ന 153 ഐഡിയകളിൽ നിങ്ങൾ ഏറ്റവും കൊള്ളാവുന്നത് സെലക്ട് ചെയ്യുന്നു. അത് സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ ഡയറക്ട്ലി ലിങ്ക് ദിസ് പ്രോഗ്രാം ടു ദ സ്റ്റാർട്ടപ്പ് മിഷൻ ഗ്രാൻഡ്സ് ആൻഡ് വി കുഡ് പോസിബിളി ഡു ദിസ് മോർ ദാൻ 1 or 2 times. I want to do it every quarter. എല്ലാ 3 മാസങ്ങളിലും ഒരു ഗ്രാൻഡ് ഡെലിവറി നടക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻവെൻഷൻസ്, അതായത് കേരളത്തിൽ നിന്നുള്ള കണ്ടുപിടുത്തങ്ങൾ വരണമെങ്കിൽ നമുക്ക് റിസർച്ച് കമേഴ്ഷ്യലൈസേഷൻ നടക്കണം. ആൻഡ് വി ഹാവ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് us, വിച്ച് ഇസ് ടെറുമോപെൻപോൾ. ബ്ലഡ് ബാഗുകൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ടെറുമോപെൻപോൾ, വിച്ച് ഐ ഡിഡ്ന്റ് നോ അൺടിൽ റീസെന്റ്. അത് ശ്രീചിത്രയിൽ നിന്ന് വന്ന ഒരു ടെക്നോളജി അവരെടുത്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. അപ്പൊ അത്തരത്തിലുള്ള റിസർച്ചസ് ഹാപ്പനിങ് ഒരുപാട് സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട്. ഇപ്പം നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു ഡെമോ ഡേ ഇന്ന് രാവിലെ നടക്കുകയാണ്. CTCRA കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ ഞങ്ങൾ ഇന്നലെ പോയിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ 2 ദിവസം മുന്നേ സന്ദർശിച്ചപ്പോൾ അവിടെ പോലുമുള്ള റിസർച്ച് സ്കോളേഴ്സിന്റെ പ്രോഡക്ട്സ് ആർ സോ ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ആ റിസർച്ചിൽ അവർ തട്ടി നിൽക്കുകയാണ്. അവർക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകണം, ഇതെങ്ങനെ ഫീൽഡ് ടെസ്റ്റ് ചെയ്യണം, എങ്ങനെ വാലിഡേറ്റ് ചെയ്യണം, ഇതിനെ എങ്ങനെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം എന്നൊന്നും അവർക്കറിയില്ല. അപ്പം ഇവിടെയാണ് സജി സാർ നേരത്തെ സൂചിപ്പിച്ച മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. കാരണം ഈ മെന്റേഴ്സിനെ മെന്റർഷിപ്പിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ 1ാമത് വന്നു അല്ലെങ്കിൽ ടോപ്പ് വന്നു എന്ന് പറയുമ്പോഴും മെന്റർഷിപ്പിൽ നമുക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 0 ആണ്. 0. ആൻഡ് ദാറ്റ് സെയിം തിങ് അപ്ലൈസ് ടു കർണാടക ആൻഡ് ഗുജറാത്ത്, വിച്ച് കെയിം ടോപ്പ്. അപ്പോൾ പ്രോപ്പർ മെന്റർഷിപ്പ് ഓഫ് കമ്പനീസ് നമുക്ക് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഈ പറയുന്ന പോലെ സ്കിൽഡ് ആൾക്കാരുടെ ഇൻഡസ്ട്രിയുടെ അഭാവം കാരണമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി കൊഹോർട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലും ദർശനയ്ക്ക് ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. വേറെയും ഒരുപാട് സോഴ്സസ് ഓഫ് ഓൺടർപ്രണേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് NRIs ആണ്. Again, another area where Darshana can contribute very well. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഇഗ്നൈറ്റ് എന്ന പ്രോഗ്രാമിന് സ്റ്റാർട്ടപ്പ് മിഷന്റെ എല്ലാ സപ്പോർട്ടും ഭാവിയിലും ഉണ്ടാകുമെന്നും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും, കാരണം ഒരാൾക്കൊരാശയം തോന്നുക എന്ന് പറയുന്നതാണ് സംരംഭത്തിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത്. So if somebody has submitted an idea, the program is a winner, the person is a winner. പിന്നെ അതിൽ ഏറ്റവും നല്ല ഐഡിയാസിനെ സെലക്ട് ചെയ്യുന്നത് ഒരു പ്രോസസ്സ് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ. ദർശനയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇഗ്നൈറ്റിന്റെ ഭാവി വളർച്ചയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. വളരെയധികം നന്ദി. താങ്ക് യു അനൂപ് സർ. അഗൈൻ വെരി ഇൻസ്പയറിംഗ്. നമുക്ക് ഒരുപാട് ഈ ഒരു പ്രോഗ്രാമിന്റെ റോഡ് മാപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു എന്താണ്, ഐ തിങ്ക് ഇറ്റ് വാസ് എ നൈസ് ടോക്ക് വിച്ച് ഗിവ്സ് us some direction as to how we have to take it forward. Thank you for that. അടുത്തതായിട്ട് ഞാൻ KDISCന്റെ മെമ്പർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു to speak a few words. I think he's not in the meeting. He was there. Yeah, I'd seen him. That's why I thought I'll call him. I'd seen him. Pradeep, can you contact him? ഞാൻ കോണ്ടാക്ട് ചെയ്തു. സാർ കയറി. ഇപ്പം സാറ് മെസ്സേജ് ചെയ്തിരിക്കുന്നത് സാറ് വേറൊരു വർക്ക്ഷോപ്പിലാണ്.
So excuse me എന്ന് രീതിയിൽ സാർ പറഞ്ഞിട്ടുണ്ട്. Okay, sure, no problem. So then I think we can continue with we can proceed with the next part. That is, I request Dr. Rajashree to announce the awards for this year's winners. One second. Yeah, I think, Vinod will Let me share the screen. Share the winner's photo and the certificate, and then, yeah. Is there any introduction required? Not really. You can just mention the project name, college name, and people. Yeah, ma'am. Anyway, ഇത് കഴിഞ്ഞിട്ട് like we are giving an opportunity to the teams to talk about their project. So ഇതിലെ IGNITE 2022 winners ആയിട്ട് 5 ടീംസിനെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വിന്നർ 1 ആദ്യം പ്രോജക്റ്റിന്റെ നെയിമും പിന്നെ ടീം മെമ്പേഴ്സിനെ വായിക്കാം. കൃഷി വികാസ് മൾട്ടി-പർപ്പസ് solar powered insect pest trap. So the team members are Jinsi Jose, Ushas PA, Swati K. Sunil, Kevin George. All the students are from Vidya Academy of Science and Technology, Thrissur, and Jinsi is now doing her MTech at Thrissur Engineering College. Yeah, Vinod, you can move on to the next one. The second project is Gestra, an integrated communication system for deaf and mute with sign language interpretation. Team members are Godson Thomas, Gokul Rajit Kumar. Both are from Federal Institute of Science and Technology, BTech, Electronics and Instrumentation students. Okay, I'm going to the next one. Winner 3 is the project is Auto Buddy, an app-based service to connect with local mechanics around you. The members of the team are Nithin Sudhakaran, Richie Siddharth Valsalam, R.S. Vishnu, S. Vaishar, Stebin Matthew, students from Sri Chitra Tirunal College of Engineering, Papanangol. All are from BTech Electronics and Communication Engineering. Okay, next one, please. Okay, the fourth team is winner 4 is cardamom cleaning machine. The members of the team are Albin Alex Uravatta, Anson P. Sam, Abhishek Prasad, Anandu Ramesh, all from Amaljyoti College of Engineering, Kanirapalli, Mechanical Engineering BTech students. And winner 5 is, the project name is Solar Rubber Dryer. The members of the team are Chitralekha MP, Anjana P, Ben Paul Benny. These are from Christ College of Engineering. Chitralekha is from CSE, and the other 2 are from Electronics and Communication Engineering. Congratulations to all the team members for their hard work, and the mentors who have helped them, and the colleges which have facilitated doing this project to become the winners. Congratulations to you all. Okay, thank you, ma'am. Actually, like ആദ്യം പറഞ്ഞതുപോലെ ഈ വർഷം നമ്മൾ we had asked for projects from 3 themes. First one was related to what we had called as accessibility and inclusion. The main objective was to get projects which would aid people who are say either disabled or differently abled because of whatever reason, because of age or so how do we come up with innovations for supporting them? So that was one of the themes. The other theme was aligned to how do we use technology for micro enterprises. So that was a second theme, and the third one was centered around rural well-being. So what we had seen is that most of the projects or the proposals that we got were related to the rural well-being, agri products and all that.
they were fairly, or there were very less projects around the accessibility and inclusion theme. However, we have kind of picked the best from these. And the other thing is, we also, along with our 5 best project awards. So these, like when we say 5 best project, there is no ranking in this. All the 5 are equally, equally good. We also had announced a prize for, or like we had announced a prize for the best startup project. Unfortunately, there are no projects which are mature enough to become a startup. So hence we have not announced that. And however, what we plan to do is, even though the timelines for the competition is over, we shall extend the period for another 3 months to see if any of the projects, not just the winners, but any of the team members would like to kind of refurbish or redo their or improve their project and do a resubmission. And if it gets to a maturity level where it can be considered for the startup project, we are willing to support them and also give them the award. I think the next session is for the students to talk about their project. IGNITE convener Vinod will take you through the proceedings. Vinod. Okay, thank you, Casey. ഞാൻ 5 പ്രൊജക്ട് വിന്നേഴ്സിന്റെ ടീം ലീഡേഴ്സിനെയാണ് വിളിക്കുന്നത്. അവര് ഇപ്പോ മാഡം പറഞ്ഞ ആ ഒരു ഓർഡറിൽ തന്നെ ആണ് ഞാൻ വിളിക്കുക. അവര് വന്ന് പ്രസന്റ് ചെയ്യണം. അവരുടെ സ്ലൈഡ് ഇവിടെ നമ്മൾ സ്ട്രീം ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 160 ടീംസിൽ നിന്ന് ഒരു 500ഓളം സ്റ്റുഡൻസ് പങ്കെടുത്തതെന്നാണ് ഈ 5 ടീംസിന് ബെസ്റ്റ് ഓഫ് 5 എന്നുള്ള ഇതാണ്. 5 പേരും ഈക്വലി വിന്നേഴ്സ് ആണ്. ഒരാളും ആദ്യത്തെ, ഒരാൾ രണ്ടാമത്തെ, അല്ലെങ്കിൽ ലാസ്റ്റ്, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഈ 160 പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത 5 ബെസ്റ്റ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ദേ ആർ ഈക്വലി all of them are winners. അതിൽ ഒന്നാമത്തെ ഞാൻ വിളിക്കുന്നത് വിദ്യാ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരിൽ നിന്നുള്ള ജിൻസി ജോസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം. അവർ വികസിപ്പിച്ചത് കൃഷി വികാസ് എന്നൊരു ഇൻസെക്ട് പെസ്റ്റ് ട്രാപ്പാണ്. മിത്രകീടങ്ങളെ നശിപ്പിക്കാതെ ശത്രുകീടങ്ങളെ മാത്രം നശിപ്പിക്കുന്ന ഒരു എക്യുപ്മെന്റ് അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ജിൻസി ജോസിനെ ഞാൻ ക്ഷണിക്കുന്നു. Thank you, sir. So a very warm good evening to all the respected dignitaries on the dais. So in this cool evening, I want to share some of the ideas of mine to you. And while hearing about these thoughts, you will understand that these are the problems faced by the farmers. So coming to these thoughts, we know that the pests are very a critical problem in the agricultural fields. So many problems are there in the agricultural fields. So I want to ask you some questions, that is, the farmers are satisfied in their yields? And if not, why? So these are the problems. So I'm sure about that after my presentation, you will get the solution of the problems I have said to you. So the solution is developed by us is Krishi Vikas. Krishi Vikas is a multi-purpose solar-powered insect pest trap. So it was developed by Green Power Electronics. It consists of 4 members, including me. They are Ushas Andrews, Swadike Sunil, Kevin George, and myself, Jinsi Jose. So we had completed our BTech degree in Electrical and Electronics Engineering at Vidya Academy of Science and Technology, Thrissur. So coming to the motivation, so what motivates us to this project is that while coming to the farmers, the pests are a critical problem of the farmers. So to avoid this pest, they are using pesticides and all. So we all know that these pesticides are very harmful to the environment and also the human beings. So we must avoid these pesticides, and also we must avoid this pest also. So we have to find a solution for that. So what the essential effort we want to take efforts for the farms and agricultural premises to make it good pest control.
So we are giving a solution, that is Krishi Vikas. So here in my presentation, I am telling about what is our innovation and also the journey of the Krishi Vikas. So sir, next slide. Hello sir, next slide. Yeah, I'm trying to move it. Just press the left arrow, right arrow. Okay. So while hearing it's while as we have our vision, while coming to this vision, we had designed this model first, and we understood that this will be an environment friendly and economically good model and designed for the farmers. And sir, next slide. So after we got a design, we started working on it. So this is how making of our Krishi Vikas. So next slide. So then we had made our product, that is Krishi Vikas. So till from the first slide to this slide, we had show you our BTech project. So from this BTech project, we had understood that this want to be converted into a product. That's why we had converted this BTech. This was our BTech project. Then we had converted this BTech project to the product called Krishi Vikas. And as I told before, Krishi Vikas is a multi-purpose solar-powered insect pest trap. So we can go to the next slide to see what are the peculiarities and specialities of the Krishi Vikas. So this is Krishi Vikas, the improvised model of the Krishi Vikas. So there are many peculiarities are there for the Krishi Vikas, because the system is fully automatic and it is powered by the solar energy. So using the concept of establishing the renewable energy, we are depending upon the solar energy. So our system, as I told before, system is fully automatic and is powered by the solar energy. And our system has many highlight attractions. The main attraction is that the system is a dual type insect pest trap, because it uses two methods for trapping the insects. So the first method is using the lights, and also the second method is using the pheromones. So these pheromones will be active for 24 hours, and also at night, a specific time, we have using the lights for trapping this pest. So I'm remembering you that we are trapping only the destructive pest. We are not focusing on the farm friendly pest and all. And also the next attraction of our product is that we can convert these residues of the trapped pest into manure for crops. So there is no any waste product is generated by the Krishi Vikas. So it can be used as a manure for the crops. And as I told before, it is a multi-purpose. A word multi-purpose is used, a multi-purpose solar-powered insect pest trap. So for that, we are giving a mobile charging. We are providing the facility for mobile charging units, and also 12-volt DC output that can be used for farmers for their agricultural purposes and all. And if farmers are working in the fields, they can get necessary things in the Krishi Vikas. We have provided a facility of locker and also storage space inside the Krishi Vikas. And an electrocuted network of 2000 volt is used to trap the insect. And using this, we can say that it is an energy efficient system. And when it rains, the system gets automatically shut down. And if the rain goes away, then the system turned on automatically. And we can say that this one product can be used in 2 to 3 acres. It covers the area up to 2 to 3 acres. So this is about our Krishi Vikas. I think you understood. So next slide. So I think you understood about the Krishi Vikas, and it is a standalone system. You have understood about the peculiarities and the features of the Krishi Vikas. So I think this is a energy efficient, and we are sure about that it is an energy efficient, economical and environment friendly product. Sir, next slide. So coming to this will be the future model of Krishi Vikas, because we can customize according to the user's wish. So that's why we have this is our future model, because without compromising the energy efficiency, we can customize the product according to the user's wish. So this will be the future model for the
Krishi Vikas. These all are according to the customers. And I think because we all are hearing that if you eat today, thank a farmer. So we must use our potential to potential for helping the each sections of the society. So for that, we have our mission will be focusing on this, and that vision we have developed this product, Krishi Vikas. And I hope you all understood about the peculiarities and the features of Krishi Vikas. And I think before starting the presentation, I have asked some questions, and this will be the best solution for this. And thank you everyone for listening us, and also thank you for Ignite Darshana. Ignite Darshanയോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ പോലെയുള്ള യുവത്വത്തിന് ഇങ്ങനത്തെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി തന്നതിന് ഇഗ്നൈറ്റ് ദർശനയോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ഡോക്ടർ സുധാ ബാലഗോപാലൻ, ദി ഡീൻ അക്കാഡമിക്സ് ഓഫ് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഐ തിങ്ക് മാം ഇസ് ഹിയർ. യെസ് മാം ഉണ്ട്. അപ്പൊ മാമിനോട് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊജക്ട് ഗൈഡ് അനിൽ മേലേപുറത്ത്, ഹിസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇസി ആൻഡ് ഓൾസോ IDC നോഡൽ ഓഫീസർ ഓഫ് വാസ് തൃശൂർ. ആൻഡ് ഫൈനലി താങ്കിങ് to all to my college Vidya Academy of Science and Technology, and congratulations to all the participants and winners of Ignite Darshana Innovation Challenge. And thank you so much for listening me. Thank you. Thank you, Jinsi. It was an excellent presentation, and I think you covered everything, and hope you will have all the success in your journey forward. Thank you. Next on this list of winners is a project name called Gestra, developed by Godson Thomas and Gokul Richikumar of Federal Institute of Science and Technology, Angamali. This is a project which connects between the deaf and mute with a normal person. They will explain all the peculiarities and all the things about this particular project. Over to Godson. Hi everyone. I'm Godson Thomas with my teammate Gokul Rajit Kumar. So we completed our BTech degree in Electronics and Instrumentation Engineering from Federal Institute of Science and Technology. And we have titled our project as Gestra. It was in fact our final year project. So we have titled it as Gestra, a two-way integrated communication system for the deaf-mute. The prototype of this project was possible because of the continuous mentoring and support provided by our mentors, Ms. Srividya ma'am and Ms. Dino ma'am. And next slide, please. Okay, talking about our project, there are deaf-mute people in our society. That means the people who cannot hear and talk. At present, they rely on sign language for communication. You might have seen these deaf-mute people, they'll be showing some hand gestures. So these hand gestures are called sign language. Okay, these hand gestures have a special meaning. But the problem is, for a normal person, it is very much difficult to understand these sign languages. So definitely there will be a communication gap between a deaf-mute person and a normal person. So we propose to address this problem by developing an embedded device, a small device, which will be acting as a translator. So next slide, please. Okay, our system will be consisting of two modules. One module for the deaf-mute person and other for the normal person. Okay, suppose if the deaf-mute person wants to communicate with the normal person, so he'll be showing some hand gestures. So our device will capture these hand gestures and will convert the hand gestures into an audio. That means the meaning of these hand gestures into audio. So the normal person will be able to hear the meaning of these gestures and think, like suppose if we want to communicate with the deaf-mute person, so what will we do? So we'll just speak normally, and what our device does is it will convert the voice of a normal person into gestures. That means there is an LCD screen. So the
the gesture corresponding to the voice will be displayed on the LCD screen so that the deaf-mute person will be able to see what exactly the normal person is speaking. And this device will be acting as a two-way communication device. So, and also, if the deaf-mute person wants to address a large variety of audience, I mean, if the deaf-mute person wants to address a audience, he can definitely use our device, and also for a two-way communication. Next slide, please. Okay, this is the, these are some of the sign languages. For example, these are some alphabets, numbers, some common words. Next slide. So this was actually a prototype that we include. There was a picture. There was a picture there. So that was our Picture prototype. is And again, yeah. Sorry. And the total cost of our prototype is around 20,000. And we would like to thank the whole IGNITE team for giving us this opportunity for giving us a platform to showcase our project. So thank you so much. Okay, thank you, Godson. നമ്മുടെ 3 പ്രധാന തീമുകളിലായിരുന്നു നമ്മുടെ മത്സരം. നേരത്തെ മനോജ് KC പറയുണ്ടായി. അതിലെ രണ്ടാമത്തെ തീമിലായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ പ്രൊജക്ട് പെട്ടിരുന്നത്. ഇൻക്ലൂഷൻ ആൻഡ് അക്സസിബിലിറ്റി എന്നുള്ള തീമിലാണ്. അടുത്തത് മൈക്രോ എന്റർപ്രൈസസ് സ്ഥാപനങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റുമായിട്ടാണ് SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ നിതിൻ സുധാകരൻ ടീമും വന്നിട്ടുള്ളത്. അവരുടെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ വർക്ക്ഷോപ്പുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് അതുവഴി അവർക്ക് ജോലിയും എല്ലാം നല്ല രീതിയിൽ നടത്താനുള്ള ഒരു സംരംഭമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. They will explain about their project. ഹലോ, എൻ്റെ പേര് നിതിൻ സുധാകരൻ. ഞങ്ങൾ ടീം ഓട്ടോപടിയാണ്. ഞങ്ങൾ 3rd year EC സ്റ്റുഡൻസ് ആണ് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ. അപ്പം ഞങ്ങളുടെ പ്രോജക്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഓട്ടോപടി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ് കാണിച്ചു. ഇപ്പൊ നമ്മൾ ഒരു റിമോട്ട് ഏരിയയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് അവിടെയുള്ള ഒരു വർക്ക്ഷോപ്പിനെ ആയിരിക്കും. പക്ഷെ നമുക്ക് നമുക്ക് അറിഞ്ഞൂടാത്ത ഏരിയ ആയിട്ട് വർക്ക്ഷോപ്പ് എവിടെയാണുള്ളതെന്നോ വർക്ക്ഷോപ്പിന്റെ സർവീസ് കോസ്റ്റ് എത്രയാണെന്നോ വർക്ക്ഷോപ്പിനെ പറ്റി ഒരു ഐഡിയയും കാണത്തില്ല. അപ്പം അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മൾ ഓട്ടോപടി എന്ന് പറയുന്ന ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഓട്ടോപടി എന്ന് പറയുന്നത് ഒരു ആപ്പ് ബേസ്ഡ് സർവീസ് ആണ്. ബേസിക്കലി അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ കസ്റ്റമേഴ്സിന് ലോക്കൽ വർക്ക്ഷോപ്സ് അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഓട്ടോപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നെക്സ്റ്റ് സ്ലൈഡ്. എന്തുകൊണ്ട് ഓട്ടോപടി? ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്മോൾ സ്കെയിൽ വർക്ക്ഷോപ്സ് ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം അവർ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ വലിയ വലിയ കാർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ബൈക്ക് മാനുഫാക്ചറിങ് കമ്പനീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർ വലിയ രീതിയിലുള്ള സർവീസ് ചെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്മോൾ സ്കെയിൽ വർക്ക്ഷോപ്സിന് അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ അവർ ഓൺലൈൻ ഫീൽഡിലേക്ക് വരണം. അതിന് അവർ സ്വന്തമായിട്ട് ആപ്പും വെബ്സൈറ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യണം. അത് ഓരോ ഇൻഡിവിജ്വൽ വർക്ക്ഷോപ്സിനും അത് പ്രായോഗികമല്ല. അപ്പോൾ ഈ ഓൺലൈൻ യുഗത്തിൽ അവർ എന്താ പറയാ പുറകോട്ട് പിന്തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കായിട്ടാണ് നമ്മൾ ഓട്ടോപടി എന്ന് പറയുന്ന ആപ്പ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വർക്ക്ഷോപ്സിന് നമ്മുടെ ആപ്പുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ഓൺലൈൻ കസ്റ്റമേഴ്സിനെ കൂടി അവരുടെ കസ്റ്റമേഴ്സ് ആക്കാൻ സാധിക്കും. അതുവഴി അവരുടെ പ്രോഫിറ്റ് നല്ല രീതിയിൽ ഉയർത്താൻ സാധിക്കും. ഇങ്ങനൊരു നമ്മുടെ നാട്ടിലുള്ള ചെറിയ വർക്ക്ഷോപ്സിനെ വലിയൊരു പ്ലാറ്റ്ഫോം കൊടുത്ത് മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഓട്ടോപടി എന്ന് പറയുന്ന പ്രോജക്റ്റ് കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഞങ്ങളുടെ ആപ്പിലുള്ള ഫീച്ചേഴ്സ് ആണ്. അത് ഇപ്പം സാധാരണ കസ്റ്റമേഴ്സിന് അവർക്ക് ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാം. പിന്നെ സ്പെയർ പാർട്സ് ആവശ്യമുണ്ടെങ്കിൽ അത് ആപ്പ് വഴി ഡിസ്കൗണ്ടഡ് റേറ്റിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇനി അതല്ല നമ്മളൊരു റിമോട്ട് ഏരിയയിൽ ചെന്ന് പെട്ടുപോയപ്പോഴാണ് നമ്മുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയതെങ്കിൽ നമുക്ക് ഈ ആപ്പിന്റെ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്മുടെ വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകാനും സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ. ബോത്ത് കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കാനുള്ള ബേസ്ഡ് ഓൺ അവരുടെ റിവ്യൂസ്, റേറ്റിംഗ്സ്, പിന്നെ
മുൻകൂർ തന്നെ അവരുടെ സർവീസ് ചാർജ് എത്ര, അവരുടെ സ്പെയർ പാർട്സിന്റെ ചാർജ് എത്ര, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വർക്ക്ഷോപ്പിനെ സമീപിക്കാനുള്ള ഒരു അവസരവും, അതേസമയം തന്നെ ഒരു വർക്ക്ഷോപ്പിന് അവരുടെ മാർക്കറ്റ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ടും വലിയ ഒരു കസ്റ്റമർ ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇത് രണ്ടുപേർക്കും വിൻ വിൻ സിറ്റുവേഷൻ ആകുന്ന ഒരു ആപ്പാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോ ബഡി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ദർശന ഇഗ്നൈറ്റ് എന്ന് പറയുന്ന സംഘടനയോടാണ്. ഞങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ടും ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് സംസാരിക്കാനും അവരുടെ വാല്യുബിൾ സജഷൻസ് നമ്മുടെ പ്രോജക്റ്റിൽ ലഭിക്കാനും സാധ്യമായത് ഇഗ്നൈറ്റ് ഇന്നോവേഷൻ ചലഞ്ച് കൊണ്ടാണ്. സോ വി ഹോൾ ഹാർട്ടഡ്ലി താങ്ക് ദർശന ഇഗ്നൈറ്റ് ഫോർ ഗിവിംഗ് us this amazing opportunity. പിന്നെ ഞങ്ങളോടൊപ്പം തന്നെ വിജയിച്ച മറ്റ് ടീം അംഗങ്ങൾക്ക് ഞങ്ങളുടെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു നിതിൻ, താങ്ക് യു വെരി മച്ച്. റൂറൽ വെൽബീയിങ്ങിൽ ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊജക്ടുകൾ മത്സരത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ നിന്നാണ് കൂടുതൽ വിന്നേഴ്സിനെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതില് അടുത്തതായിട്ട് കാർഡമം ക്ലീനിങ് മെഷീനുമായി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ആൽബിൻ അലക്സ് ആൻഡ് ടീം വരുന്നു. ഇത് ഇപ്പൊ നിലവിലുള്ള മറ്റ് സംവിധാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സംരംഭമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ആൽബിൻ, വെൽക്കം. Okay, thank you, sir. So first of all, warm good evening to one and all present here. So myself, Albin Alex, and my teammates are Anson Pisam, Anandu Ramesh, and Abhishek Prasad, and we are from Department of Mechanical Engineering, Maljoodi College of Engineering. We are final year pass out students, and we are guided by Ebi Varghese sir. He's working as assistant professor at Maljoodi College. So our project is a cardamom cleaning machine. So first of all, I would like to just give a brief about what our project is and what's the importance of our project. So cardamom, or as we know in Kerala, Yellow, is a very important spice, as we all know. And washing of cardamom or cleaning cardamom just after its harvesting is one of the very main processes in the processing of this cardamom. Actually, this cleaning itself can improve the grade of the final cardamom, and it can affect the final price of the cardamom. So coming to the product. So in conventional ways, the cardamom is cleaned put in a tank, and using a hand or feet, they are stamped and washed in order to remove the dirt and sand, everything. So what we are suggesting is, with our project, so can you go to the next slide? So the aim of our product is to, before that, I would like to say one thing. In this conventional method of cleaning, there's a lot of possibility that the cardamom gets crushed or damaged during the cleaning process. That is because they are using their feet or the hands, everything, to wash. So our aim is to come up with a product, mechanized product that can reduce this this damage to the cardamom while cleaning. So next slide. Can you go to the next slide? One more. So this is the some photos of our final product. So I will the main parts of our product are an auger, which is the rightmost picture. So that's a brush-like product that is placed inside a cylindrical tube, and this brush is rotated with the help of an electric motor, and this cardamom is fed into this cylindrical tube through a opening in the top, and similarly water is supplied for cleaning process, and this auger is rotated with the help of AC motor. So when the cardamom is put into this product and rotated with the supply of water, the cardamom is cleaned with the help of this auger. So next slide. So this was a working slide. So this auger was actually designed by us, and we had custom built it from Coimbatore. So the total cost of our product came approximately 28,000 rupees, and
we were also funded by our college slightly, and that's it. Thank you. So and I would like to convey the deep thanks from our side to the IGNITE for providing us with this opportunity, which really motivated us in moving forward with this project. And I would also like to thank all the other teams that secured a prize. So thank you everyone. Good evening, everyone. I am Chitralekha from Christ College of Engineering. Our project is solar rubber dryer. I am very glad to participate in Darshana Innovation Contest 2022, and I use this occasion to thank our guide, Dr. V. Sambat Kumar sir. He helped us a lot for each and every step of this project, and it was such a wonderful experience with him. He is from a research background, and that gives us more experience, and it was a wonderful opportunity to work with him. Sir, next slide. Our project is aimed to solve the problem faced by the rubber farmers in our country. The traditional rubber drying methods are highly inefficient and time consuming, while delivering lower quality products also. In our project, we are making use of solar energy to dry the rubber sheet more efficiently and environment friendly. Sir, next slide. The problem with the current rubber drying system is uneven drying of rubber sheets, which will affect the quality of the rubber sheet. To solve this problem, we are setting up with a device which is total internal heat is applied using solar. The solar dryer is completely automatic system in which the speed of drying process is controlled using a solar panel and exhaust fan. Sir, next slide. The rubber sheet that needs to be dried is placed inside a tunnel dryer, which works under concept of total internal reflection. So the heat gets reflected and reaches everywhere, and this heat will be more compared to the heat which is outside. The solar controlled exhaust fan and as well as the dryer fan. The dryer fan will simultaneously work depending upon the sunlight. If sunlight is more, the fan will rotate fast, otherwise the fan will be slower. So next slide. These are the sketches of the solar rubber dryer, and there is a top view and side view and front view also though. So next slide. This is the internal representation and the structures of this solar rubber dryer. Here there is a use of two exhaust fan in front and back of the structure, and one ceiling fan is used to circulate the heat to enter system, and the green sheet is represent the polycarbonate sheet, and there is a solar panel for the entire control. Sir, next slide. This is also the front view and the side view of the structure. So next slide. This is the prototype that we made of this project. So next slide. The advantages of the solar rubber dryer. This device will help to increase the quality of the output obtained. That means the quality of the rubber sheet will be increased by using this system. And since it is a completely natural process, there will be no pollution. It will be a sustainable model. The rubber sheets are dried very faster than ordinary method. It has a potential of scaling business. This is an approximate values for 160 square feet. So it contains polycarbonate sheet, metal structure, civil works, and DC exhaust fan and solar panel, DC fan, and other cost
and the costs are displayed in this, and the fixed cost will be 10 lakh and variable cost will be 5 lakh. Our team members consist of Anjana P, Ben Paul, and myself, Chitaleka MP. And thank you for IGNITE for giving us a wonderful opportunity to participate and gaining more knowledge and help to increase our ideas and some instructions for and or also a inspiration to build some projects. Thank you. Thank you, Thank you, everyone. Chitralekha. Thank you. I was on mute initially, sorry. So that's all from all the projects, the team members. Now over to Casey, please. Yeah, thank you, Vinod, and thanks to all the all the participants. Actually, like what Anup sir said, participation itself is that is a first step, and that's the most important step. So people who have participated in our competition or any such ventures, big what do you call applause to all of you. Special applause to the winners. So we now get to the last part of the program, which is to say thank you to all the people who have supported us. I invite Pradeep to Dr. Pradeep to do the honors. Thank you, Casey. IGNITE 2022 പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ദർശന ഇഗ്നൈറ്റ് 2022 സമാപന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന വ്യവസായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകൾ. നമുക്കറിയാം, അദ്ദേഹം പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ കുട്ടികളുടെ വ്യവസായ താല്പര്യങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് നല്ലൊരു ധാരണയുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആദ്യ ചൂട് ക്യാമ്പസ് സ്റ്റാർട്ടപ്പുകൾ വഴിയാണ് എന്നതും അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രത്യേകം താല്പര്യം കാണിക്കുന്നു എന്നതിലും ഇഗ്നൈറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം കരുത്തേറുന്നുണ്ട്. തീർച്ചയായിട്ടും മിനിസ്റ്റർ രാജീവ് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും ഇഗ്നൈറ്റിന്റെ പേരിൽ അറിയിക്കുകയാണ്. താങ്ക് യു സർ. ഇഗ്നൈറ്റിന്റെ ചർച്ചകളുടെ തുടക്കം മുതൽ തന്നെ നമ്മോടൊപ്പം നിന്ന് KTUവിന്റെ എല്ലാ സഹായങ്ങൾ ഉറപ്പുവരുത്തുകയും സമയാസമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും ചെയ്ത KTUവിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ മേഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മേഡം കുറെ കാലമായിട്ട് വളരെ താല്പര്യത്തിൽ തന്നെയാണ് ഇത്തരം പ്രോജക്റ്റുകളിൽ ഉള്ളത് എന്നുള്ളതും എനിക്കും വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. താങ്ക് യു മേഡം. കേരളത്തിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളർത്തിയെടുക്കുന്നതിലും ഇന്ത്യക്ക് തന്നെ മാതൃകയാകും വിധം പ്രവർത്തിച്ച മുൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ മുൻ സിഇഒയും ഇന്നത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ സജി ഗോപിനാഥ് സാർ. അദ്ദേഹം ഇന്ന് വേറെ 2 മീറ്റിംഗിലായിരുന്നു. എന്നിട്ടുകൂടെ സമയത്തിന് തന്നെ വരികയും നമ്മുടെ ഇഗ്നൈറ്റ് പ്രോഗ്രാമിനെ ഈ സമാപന ചടങ്ങ് ഭംഗിയാക്കുകയും ചെയ്തു. തീർച്ചയായും സജി സാറിന് എല്ലാവിധ നന്ദിയും ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിക്കുന്നു. കോവിഡിന്റെ തളർച്ചയിൽ നിന്നും സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പുകൾക്കും ഇൻക്യുബേഷനും പുത്തൻ ഉണർവേകാൻ വളരെ ചെറുപ്പക്കാരനായ പുതിയ സിഇഒ കേരള സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ശ്രീ അനൂപ് പി അംബിക. സാറിന് എല്ലാവിധ നന്ദിയും തുടർ പ്രയാണത്തിൽ കൂടെ ഉണ്ടാവും എന്ന ദർശനയുടെ ഉറപ്പും കൂടെ നൽകുകയാണ് സാർ. സജി സാർ സൂചിപ്പിച്ച മെന്റർഷിപ്പും അതേപോലെ തന്നെ അനൂപ് സാർ എടുത്തു പറഞ്ഞ മെന്റർഷിപ്പിന്റെ കാര്യം പാലക്കാട് കഞ്ചിക്കോട് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അതിനുവേണ്ടി തന്നെ നല്ലൊരു പ്രയത്നം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. സജി സാറിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് ഇൻക്യുബേഷൻ സെന്റർ എന്ന് പറയുന്ന പിക്സ് ഇൻക്യുബേഷൻ സെന്ററും അതുപോലെ തന്നെ ഫാബ് ലാബും, ഇത് രണ്ടും സജി സാറ് സിഇഒ ആയിരുന്ന സമയത്ത് പാലക്കാടിന് വേണ്ടി നൽകിയതാണ്. അത് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണുള്ളത്. ഇപ്പോൾ അവിടെ 14 സ്റ്റാർട്ടപ്പ് കമ്പനികൾ പ്രവർത്തിക്കുന്നു എന്നതും വളരെ അഭിമാനകരമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും അനൂപ് സാറിന് ഈ തുടർ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും കൂടെ ഉണ്ടാവും എന്നിവിടെ സാറിനെ അറിയിക്കുകയാണ് സാർ. താങ്ക് യു സാർ. താങ്ക് യു സജി സാർ.
കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പ്രൊഫഷണൽ കോളേജ് തലം വരെയുള്ള ഇന്നൊവേഷൻ എന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി KDISC നടത്തുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം YIP എന്ന പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന നമ്മുടെ PV ഉണ്ണികൃഷ്ണൻ സാർ, അദ്ദേഹം വളരെ തിരക്കായിരുന്നു, വയനാടായിരുന്നു എന്ന് അദ്ദേഹം ഉള്ളത്. ഇടയ്ക്ക് ഒരു മീറ്റിങ്ങിന് വന്നു, വീണ്ടും വരാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ സാറിന് എന്തോ തിരക്ക് കാരണമാണ് എത്താൻ പറ്റാത്തത്. പക്ഷെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഇഗ്നൈറ്റിന്റെ എനിക്ക് വരണം എന്ന് തന്നെയാണ് സാറ് പറഞ്ഞത്. അതുപോലെ തന്നെ 1 ഡിസ്ട്രിക്ട് 1 ഐഡിയ എന്നുള്ളത്, ഇപ്പം നേരത്തെ അനൂപ് സാർ പറഞ്ഞ പോലുള്ള റൂറൽ ഇന്നോവേറ്റേഴ്സിനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത്, അത് 1 ഡിസ്ട്രിക്ട് 1 ഐഡിയ എന്ന് പറയുന്ന ഈ കുലത്തൊഴിൽ നിന്ന് പോകരുത് എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ KDISC നടത്തിക്കൊണ്ടിരിക്കുന്ന 1 ഡിസ്ട്രിക്ട് 1 ഐഡിയ, പാലക്കാടും അത്തരത്തിലുള്ള വർക്കുകളുണ്ട്, കേരളം ഒട്ടാകെ അത്തരത്തിലുള്ള വർക്ക് നടന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് പ്രചോദനം നൽകാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ബെൽമെറ്റൽ ആണെന്നുണ്ടെങ്കിലും നെയ്ത്തിന്റെ ആണെങ്കിലും ഒരു എക്സാമ്പിൾ സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഇതിനകത്തെല്ലാം വേണ്ടി KDISC നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ KDISCന്റെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ സാറിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. ഇഗ്നൈറ്റ് 2022ന്റെ വിജയശില്പികൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിച്ച അവരുടെ മെന്റേഴ്സ്, അധ്യാപകരും, അതേപോലെ തന്നെ ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽമാരാണ്. പ്രിൻസിപ്പൽമാർ തന്നെയാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ എങ്ങനെയാണ് ഓരോ പ്രവർത്തനത്തെയും ഇത്തരത്തിലുള്ള കരിക്കുലത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഏതൊരു പ്രവർത്തനത്തെയും എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും, ഗൈഡായിട്ടുള്ള അധ്യാപകർക്കും, പ്രിൻസിപ്പൽമാർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രധാന ഇഷ്യൂ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച KC സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റാർട്ടപ്പുകളായി ഉയർത്താൻ കഴിവുള്ള പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിലും കുട്ടികൾ അതിനുവേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് രാജശ്രീ മാഡത്തിനോട് ചൂണ്ടിക്കാണിച്ച് പറയാനുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കൂടെ KTUവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു സപ്പോർട്ട്, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രോജക്റ്റുകളൊക്കെ തന്നെ സ്റ്റാർട്ടപ്പിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം KTUവിൽ പഠനത്തോടൊപ്പം തന്നെ ഓൺട്രപ്രണർഷിപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കഴിഞ്ഞ സിലബസ് മുതൽ തന്നെ ഉണ്ട്. ഇപ്രാവശ്യം പോളിടെക്നിക് മേഖലയിലും ആക്ടിവിറ്റി പോയിന്റ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ ഓൺട്രപ്രണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇറങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നല്ല നല്ല പ്രോജക്റ്റുകൾ വരും കാലത്ത് ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ കാണുന്ന പോലെ തന്നെ പോളിടെക്നിക് മേഖലയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകളായിട്ട് ഉയർത്താൻ പറ്റുന്ന പ്രോജക്റ്റുകൾക്ക് ഇനിയും അതിനുള്ള 50,000 രൂപയാണ് നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാറ്റി വെച്ചിരുന്നത്. പക്ഷെ ആരും തന്നെ അതിനോട്ട് മുന്നോട്ട് വന്നില്ല, ഒരു സീഡ് ഫണ്ട് എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും അടുത്ത ഇഗ്നൈറ്റ് 23 അത്തരത്തിലുള്ളൊരു പ്രോജക്റ്റുകളെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ചർച്ചകളിലും അത് നടത്തിപ്പിനും ആയിട്ട് സപ്പോർട്ട് ചെയ്ത ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ഡോക്ടർ അഷ്റഫ് സാർ, മിസ്റ്റർ ശരത് സാർ എന്നിവർക്കും ഈ ഒരു വേദിയിൽ നന്ദി അറിയിക്കുകയാണ്. KTUവിന്റെ അകമഴിഞ്ഞ സപ്പോർട്ട് ലഭ്യമാക്കിയ KTUവിന്റെ ഇൻഡസ്ട്രിയൽ സെൽ കോർഡിനേറ്റർ മിസ്റ്റർ അരുൺ അലക്സ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വളരെയധികം സപ്പോർട്ടീവാണ്. ഇങ്ങോട്ട് കാര്യങ്ങൾ പറയുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായത്. തീർച്ചയായിട്ടും അരുൺ അലക്സ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ അനൂപ് സാറ് ഇഗ്നൈറ്റിന്റെ പ്രവർത്തനങ്ങളിൽ, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ IEDCയുടെ നമ്മുടെ ഐഡിയ ഫെസ്റ്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഐഡിയ ഫെസ്റ്റിന്റെ ഡയറക്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ ഇഗ്നൈറ്റിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാവാൻ ഇടവരുത്തും എന്ന് നമുക്ക് അറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ അശോക് കുര്യൻ, മാനേജർ ഇൻക്യുബേഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അതേപോലെ തന്നെ സൂര്യ മാഡം, മാനേജർ ഫിനാൻസ് ആൻഡ് ഫണ്ടിങ്, ഇവരെ എല്ലാവരെയും തന്നെ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം IGNITE-22 അതിന്റെ തുടക്കം അനൗൺസ് ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ബിന്ദു ആണ്. മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വളരെയധികം പബ്ലിസിറ്റി നൽകിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കള്, IEDCയുടെ പാനലുകൾ, IEDCയുടെ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. എല്ലാവരും ഒരു ഫാമിലിയാണ്. ഇവിടെ ആര് നടത്തുന്നു എന്നുള്ളതല്ല, ഇത് എന്ത് പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിൽ മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിലുള്ള IEDCയുടെ സെല്ലിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇഗ്നൈറ്റിനെ പോലെയുള്ള
ഇത്തരം ഇൻഫർമേഷൻസ് ഇഗ്നൈറ്റ് നൽകുന്ന ഇൻഫർമേഷൻ കൃത്യസമയത്ത് എത്തിക്കുകയും എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്തതിന് പ്രത്യേകം നന്ദി. അതേപോലെ തന്നെ ഈ പാനലിസ്റ്റുകളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് KTUവിലെ തന്നെ മെമ്പേഴ്സ് തന്നെയാണ്. അതിൽ ധാരാളം പ്രൊഫസേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇനിഷ്യേറ്റ് ചെയ്ത് വരികയും നമ്മുടെ KTUവിൻ്റെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത് അവർക്ക് എല്ലാവർക്കും എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു പ്രദീപ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം പിന്നെ ഔദ്യോഗികമായിട്ട് അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും വേറെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നത് രാജശ്രീ മാം, സജി സാറൊക്കെ ഇപ്പോഴും ഉണ്ട്. വേറെ ഹലോ മനോജ് ചേട്ടാ, ഒരു ശ്രീജിത്താണ്, 2011 പാസ് ഇൻസ്ട്രുമെന്റേഷൻ പാസ് ഔട്ടാണ്. കേൾക്കുന്നുണ്ടോ? പറയൂ ശ്രീജിത്ത്. ലൈക്ക് എനിക്ക് ആ ഒരു കാറിന്റെ ആപ്പ് ഉണ്ടാക്കിയ ടീമില്ല, അവർക്കൊരു സജസ്റ്റ് മീൻസ് ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടൊരു സജഷൻ ഉണ്ടെന്നാണെങ്കിൽ ലൈക്ക് അവരെ കോൺടാക്ട് തന്നെ ഞാൻ അവരെ കണക്ട് ചെയ്യാം. ഷുവർ കണക്ട് ചെയ്ത് തരാം. നമ്മള് ഈ ഇതില് ഈ കണ്ടിട്ടുള്ള ഏത് പ്രോജക്റ്റിലും കണക്ട് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഈ എന്താണ് കൃഷി വികാസില് ആക്ച്വലി അത് പ്രോജക്റ്റ് മുന്നോട്ട് ഒരു കമ്പനി ആയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് മെച്ചൂർ ചെയ്യാൻ താല്പര്യമുള്ളവരെ മറ്റേ ക്യാംകോ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അവരും താല്പര്യം പറഞ്ഞിരുന്നു. അതൊക്കെ ദോസ് ആർ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ഡു. തീർച്ചയായും ശ്രീജിത്ത് ചെയ്യാം, കണക്ട് ചെയ്ത് തരാം. ഒരു പ്രശ്നം കൂടി ഉണ്ട്. ലൈക്ക് ഇവിടെ സജി സാർ സംസാരിച്ചപ്പോൾ 2 ടേംസ് പറഞ്ഞു, ഈ നോൺ ലീനിയർ മെന്റർഷിപ്പ് എന്നുള്ളത്. അത് ലൈക്ക് എന്താണെന്ന് ഒരു ഇലോബറേഷൻ സജി സാർ റിപ്പീറ്റ് ചെയ്യാമോ? അല്ല, എന്താണ് ഈ നോൺ ലീനിയർ? ഓക്കെ ബേസിക്കലി നമുക്ക് നോൺ ലീനിയർ ഗ്രോത്ത് ബേസിക്കലി ഈ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ ഇവരെല്ലാവരും സെല് ചെയ്യുന്നത് ഒരു ഐഡിയയാണ്, അല്ലെങ്കിൽ ദേ ഡോണ്ട് ഹാവ് അസറ്റ്സ്. അവർക്കൊരു റിസോഴ്സ് ഉള്ളവരല്ല ഈ ഐഡിയയുമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ബാക്കിയുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ പല ഐഡിയകളും വളരെ ന്യൂവുമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വേറൊരാൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഐഡിയ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ വളരെയധികം റിട്ടേൺസ് വളരെ ചെറിയ സമയത്ത് കിട്ടണം എന്നാൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് 10% ഗ്രോത്ത് അല്ലെങ്കിൽ 20% ഗ്രോത്ത് എന്ന് പറയും. അങ്ങനെ 20% ഗ്രോത്തും 30% ഗ്രോത്തും ഉള്ള കമ്പനികൾക്ക് സ്റ്റാർട്ടപ്പ് VCസോ അല്ലെങ്കിൽ ഏഞ്ചൽസോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനികളിലാണ്. അപ്പൊ അതിൽ ഓരോ കമ്പനി അവർ പ്രതീക്ഷിക്കുന്നത് 300-400% ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. ആ ഗ്രോത്തിനെയാണ് നമ്മൾ നോൺ ലീനിയർ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലീനിയർ മോഡലല്ല. ആദ്യത്തെ കൊല്ലം 5% വളരുന്നതെങ്കിൽ അടുത്ത കൊല്ലം 50% വളരും, മൂന്നാമത്തെ കൊല്ലം അത് 300% വളരണം. അങ്ങനെയുള്ള ഐഡിയകളാണ് സാധാരണഗതിയിൽ സ്റ്റാർട്ടപ്പിന്റെ കീഴിൽ വരുന്നത്. ഇതിനർത്ഥം എല്ലാ കമ്പനികളും അങ്ങനെ ആവണമെന്നില്ല. മറ്റത് SME സെക്ടറിലേക്ക് നമ്മൾ പോകും. അപ്പൊ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് പ്രത്യേകിച്ച് അസറ്റ് ലൈറ്റ് ആയിട്ട് വരുന്ന, ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ബേസ്ഡ് ആയിട്ട് വരുന്ന, സ്ട്രോങ് ഇന്നോവേഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന കമ്പനികൾക്ക് ഇങ്ങനെ ഒരു നോൺ ലീനിയർ ഗ്രോത്ത് ആണ് നമുക്ക് പലപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്. അതാണ്. ഓക്കെ, അപ്പം വേറെ എന്തെങ്കിലും മാഡം എന്തെങ്കിലും? ദർശനയുടെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, മിസ്റ്റർ അനൂപ് സർ, ഒരുപക്ഷെ കേരളത്തില് ഏറ്റവും കൂടുതൽ IP ഫയൽ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ അൽമനയാണ്. അതായത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. പലർക്കും അത് അറിയില്ല. NSS എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെയധികം IPകൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പല IPകളും നമുക്ക് ശരിക്കും പ്രൊഡക്റ്റ് ആക്കാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ദർശനയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ can actually make a big change. Perhaps you need to actually start looking at that. അതിൽ പലതും ഫാക്കൽറ്റി കൂടി ഡ്രൈവ് ചെയ്തിട്ടാവാം, പക്ഷെ ഒരു നല്ലൊരു ഇന്റലക്ച്വൽ വെൽത്ത് NSS കോളേജിനുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിയലി ഗുഡ്. അപ്പം അത് ഞങ്ങൾ കോളേജായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചോദിക്കാം.
So is it, I mean, it is in the name of the students or file college participation undo ado students in college participation students faculty കൂടി joined ആയിട്ടാണ് പലതും ഇമീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങള് ഒന്ന് രണ്ടെണ്ണം നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരുന്നു. ലൈക്ക് സം ഓഫ് യുവർ ആസ് ഐ സെഡ് അലുമിനി പലരും വളരെ വളരെ സീനിയർ ലെവൽ ഒഫീഷ്യൽസ് ആണ്. സോ വി ട്രൈ ടു കണക്ട് വിത്ത് some of the heads of large PSUs and all. പക്ഷെ അത് പലതും ഫുൾ ലെവൽ വരെ എത്തിയിട്ടില്ല. അതൊരു ഈവൻ ഒരു ആക്ടിവിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ we can actually show some great results, especially like what you said. ഇപ്പൊ നിങ്ങളുടെ പലതിനും ഒരു ഇമീഡിയറ്റ് സ്റ്റാർട്ടപ്പ് ആവാൻ പറ്റിയ ഐഡിയ വന്നില്ല എന്ന് പറയുമ്പോൾ പാരലൽ ആയിട്ട് റെഡി ആയിട്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുറെ ഐഡിയകൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ that can actually make a big difference. Sure. ആക്ച്വലി എന്താണ് ഇങ്ങനെ പേറ്റന്റ് അല്ലെങ്കിൽ പേറ്റന്റിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുള്ള ഐഡിയാസ് which are not research oriented but which are actually enterprise oriented, അതിനു വേണ്ടിയിട്ട് maybe we can conduct a competition or like we can try and do an event for that and see if there's something which comes out of it, probably. Yeah, absolutely. Yeah, and then we'll definitely connect with our college and check what's happening with it. Principal odu പെട്ടെന്ന് സംസാരിക്കാം. മനോജ് ഫയൽ ചെയ്തതിൽ തന്നെ ഉള്ള ആൾക്കാരോട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയാൻ തോന്നുന്നു. ഗ്രാൻഡ് ചെയ്യണമെന്നില്ല, ഫയൽ ചെയ്തതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഏർലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ഈ ടീം തന്നെ ഈ നൈറ്റ് ടീമിന് തന്നെ ചില വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അത്തരം ആളുകളെ കണ്ടെത്തുകയും അതിനെ കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം അക്കാര്യത്തിനകത്ത് ചില ഇടപെടൽ നടത്താൻ പറ്റുന്നതായിരിക്കും. ശരിയാണ്. Hello. Yeah, ma'am, your volume is very low. കേൾക്കുന്നില്ല. Am I audible right now? Yeah, you're audible. Yeah. Thank you. Yeah. Of course, there are several ways of thinking. I was thinking of thinking small as well. I suppose that also goes, that thinking small. അപ്പൊ നമ്മൾ പല അലുമിനി ഇന്റർകണക്ട് ചെയ്താലേ ഈ മോഡൽ പലതിലേക്ക് സ്പ്രെഡ് ചെയ്താൽ won't it be better? Is there a possibility? I think the vice chancellor may be in a position to see that the different alumni are connected together such that പലതിക്കുന്ന ideas വരിക പലതിലേക്ക് ഫ്ലോ ചെയ്താൽ perhaps things will get better. I don't know if it's practical, but isn't it a better idea? I thought it would be good, especially to promote thinking also in a smaller fashion. ചെറിയ കൊച്ചു കാര്യങ്ങൾക്ക്, like for instance, I am initiating projects in the first year itself. That the first year ആകുമ്പോൾ അവർക്ക് കണ്ടിന്യൂറ്റി കിട്ടും, 4 കൊല്ലത്തേക്ക് കണ്ടിന്യൂറ്റി കിട്ടും. That is another problem that I saw when Dr. Pradeep talked about discontinuity with respect to what's happening. Because essay projects കഴിഞ്ഞാൽ they go in different directions. They don't come together. അപ്പൊ പലപ്പോഴും പല സ്കോപ്പും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് തോന്നാറുണ്ട്. എന്താ ഞങ്ങൾക്ക് 1-2 പ്രോജക്ട്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സമ്മാനമൊക്കെ കിട്ടും, പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ ആളില്ല. എന്നിട്ട് പലരും പല ദിക്കിലേക്ക് പോയിട്ടുണ്ടാവും. KDSകിന്റെ ഒരു പ്രോജക്റ്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. So these are the two things that I suggest, that if we can interconnect interested alumni, perhaps ideas will flow in different directions, help will also flow in different directions, and we may be a better success, especially in the context of 2 important universities being associated with such projects. Second is, of course, trying to get some continuity. So if after essay is something possible, another കൂടി ചിന്തിക്കുന്ന നല്ലതാണ്. എന്താ IEEE അങ്ങനെ ഒരെണ്ണമുണ്ട്, ഒരു ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് after leaving the university or the college, they can continue with their activities or with their contribution to it. Well, perhaps ഈ rural കുറച്ചും കൂടി ഭേദമാകുമായിരിക്കാം, rural contribution. So these are 3 things that I wanted to say as several important suggestions were coming from different supporters. So I found the useful for me as a person, as also for my colleagues. Thank you. സുധാ മാം, ടെക്നോസ് ഗ്ലോബൽ എന്ന നിലയ്ക്ക് ഒരു എന്താ പറയാ ഇത്തരം സംഘടനകളുടെ ഒരു ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു രൂപത്തിന്റെ സാധ്യതകൾ ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കേൾക്കുന്നുണ്ട്, പറയൂ. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും, എല്ലാ കോളേജസിനും യൂസ്ഫുൾ ആവും. ഇത്തരത്തിലുള്ള
ഗ്രൂപ്പുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടെക്നോസ് ഗ്ലോബൽ എന്ന നിലയ്ക്ക് ഇന്റർ കണക്ട് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ആ നിലയ്ക്ക് ചില ഇടപെടലുകൾ കൂടി കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷാണ് സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നത്? സുരേഷാണ് സംസാരിക്കുന്നത്. ഓക്കെ സുരേഷ്, അതായത് എനിക്ക് തോന്നുന്നത് നമുക്ക് സിമിലർ ആയിട്ടുള്ള വ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു എന്താ പറയാ മറ്റ് കോളേജുകളിൽ ഉള്ള ഇത്തരത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പുകളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ള ചില ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കോളേജുകളിലും അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് നല്ലതുമാണ്. എന്താ കാണിച്ചാൽ നിങ്ങളൊരു മോഡൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ആ മോഡൽ അവർക്ക് കണ്ടുപിടിക്കാമല്ലോ. അതൊക്കെ പലരിൽ നിന്ന് പഠിക്കുന്നതാണ്. അതിനൊക്കെ ഒരു സാധ്യതകളാണ്. ഓക്കെ, താങ്ക് യു. ഐ തിങ്ക് that's the answer that was seeking. Thank you സുരേഷ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ സൂചിപ്പിച്ചത് പ്രോജക്ട്സിന് പൊട്ടൻഷ്യൽ ഉള്ള പ്രോജക്ട്സിന് കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതില് കോളേജുകളിൽ ഒരു ഫാക്കൽറ്റി സെന്റേർഡ് ആയിട്ട് അത്തരത്തിലുള്ള പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ഒരു വലിയ സ്കെയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തുടങ്ങി വെച്ച കാര്യങ്ങൾ അടുത്തത് എന്താണ്, അതിനുള്ള പൊട്ടൻഷ്യൽ, അങ്ങനെ ഒരു ഫാക്കൽറ്റി റിസർച്ചിന്റെ ആ ഒരു തീമിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. IEDCക്കും മറ്റൊന്നും ആ ലെവലിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ യൂണിവേഴ്സിറ്റിക്കും ഇത്തരത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ല ഞങ്ങൾക്ക്. ഇങ്ങനത്തെ കുറച്ച് ഇവന്റ്സും മറ്റു കാര്യങ്ങളും ചെയ്യാം എന്നുള്ളതല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള ഐഡിയാസ് കൺസോൾഡേറ്റ് ചെയ്തോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പൊ ഈ അവസരത്തിൽ കുറവാണ്. എന്നാലും സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടും മറ്റും എല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കുറെ സംവിധാനങ്ങൾ ഇപ്പോൾ ചർച്ചയിലുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രോജക്ട്സ് ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഇതൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്യാവുന്നത് അത് കോളേജിൽ തന്നെ ഒരു പ്രോജക്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു തീമിൽ വർക്ക് ചെയ്യുന്ന പ്രോജക്ട്സ് ആണെങ്കിൽ അതിനെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ നന്നായിരിക്കും. ഒരു ഫാക്കൽറ്റി കോർഡിനേറ്ററിനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികൾക്ക് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുള്ള ശ്രമങ്ങളും എല്ലാം നമ്മളിപ്പം അതിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ സെമിസ്റ്ററിൽ തന്നെ വരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സാധ്യതകളെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്തു കൊടുക്കാനും ഈ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഒരു കോളേജിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമാക്കാനും ആ രീതിയിൽ എങ്ങനെ പോകാം എന്നുള്ളത്. സർവകലാശാലയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതെല്ലാം ഒരു പ്രോജക്റ്റ് മോഡിൽ മാത്രമേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കോളേജസിനെയും ഉൾപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് മോഡിലെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിലേക്ക് പോകാനുള്ള ഒരു ബാൻഡ്വിഡ്ത്തിലേക്ക് സർവകലാശാല വന്നിട്ടില്ല. കോളേജസിന് തന്നെ ആ അത്തരം മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് അത് അവരിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമാണ് ഇപ്പൊ പറ്റുള്ളൂ. അതായത് ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പൊ വളരെ നല്ലോണം റിസർച്ച് ഒക്കെ നടക്കുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉള്ള കോളേജിൽ ഒരു പക്ഷേ ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ടാകാം, റിസർച്ചിലും അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റിലും. അനവധി കോളേജുകളിൽ 145 കോളേജുകളിൽ മിക്ക കോളേജുകളിലും അങ്ങനെയുള്ള ഒരു ഏകീകൃതമായ ഒരു സംവിധാനം ഇപ്പം ഇല്ല. അതെന്താണ് അതിനകത്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് ആലോചിക്കാന്ന് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഐഡിയൽ മോഡലൊക്കെ മുമ്പിലുണ്ട്, പക്ഷെ അവിടെ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെയധികം ചോദ്യങ്ങളുള്ള ഒരു കാര്യമാണ്. പിന്നെ ആരോ പറഞ്ഞു സ്റ്റാർട്ടപ്പിനെ എങ്ങനെ ഇൻസെന്റിവൈസ് ചെയ്യാന്ന്, അതും എല്ലാം വളരെ ആവശ്യമാണ്. കാരണം പഠിത്തത്തിൽ നിന്നും സപ്ലിമെന്ററിയിൽ നിന്നും മറ്റതിൽ നിന്നും എല്ലാം മാറി ഇതിലേക്കൊക്കെ ഒന്ന് കുട്ടികൾ പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വെറുതെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, കേരളത്തില് സ്റ്റാർട്ടപ്പിന് ഒരു ലെവൽ നമുക്ക് എന്തെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലെവലിലുള്ളവർക്ക് ക്രെഡിറ്റിൽ എന്തെങ്കിലും എക്സെംഷൻ കൊടുക്കാൻ പറ്റും. കുറേയധികം കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി പഠിക്കുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ തന്നെയാണ് താല്പര്യമുള്ളത്. അപ്പൊ അതിന് എങ്ങനെ അവരുടെ പെർഫോമൻസിലേക്ക് കൊണ്ടുവരാം, ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇഷ്ടമുള്ള കാര്യങ്ങളെ എങ്ങനെ അക്കാഡമിക് സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാക്കാം, ഇങ്ങനെയൊക്കെ തുറന്ന ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തിനെ നിന്ന് മാക്സിമം ഔട്ട്കം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
നമ്മുടെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന 1.25 ലക്ഷം കുട്ടികളിലെ അവരുടെ ആസ്പിറേഷൻസും അവരുടെ പൊട്ടൻഷ്യലും എല്ലാം വളരെ വേരിയിങ് ആണ്. അപ്പൊ അതിന്റെ എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ടാണ് സർവകലാശാലയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമുക്കുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ ട്രൈങ്. പക്ഷേ ഞാൻ കണ്ടേക്കണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ ഭയങ്കര എക്സൈറ്റഡ് ആ കുട്ടികൾ. അതായത് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് വരുന്നതിന്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് ഉള്ളത് പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കും, അതിന് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ ശ്രമിക്കുന്നത്. ആൻഡ് ഐ ഫൈൻഡ് വെരി എന്താ പറയുക, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇൻപുട്സ് കിട്ടുന്നത് എപ്പോഴും അത് നോർമൽ ആയിട്ട് നോൺ കരിക്കുലർ ആണല്ലോ. അപ്പോൾ കിട്ടുന്നത് എപ്പോഴും ഫസ്റ്റ് ഇയേഴ്സ് ആണ്. Anyway, if you invite ideas, I think there might be several people who might be able to suggest certain schemes that of course, as you say, faculty oriented projects-ലേക്കുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. Unfortunately, faculty അങ്ങനെ നിൽക്കുന്നില്ലല്ലോ right now. I suppose you know that not all faculty are now കുറച്ചൊരു faculty ഇതും വരുന്നുണ്ട്, അതായത് മൂവിങ് അവേ ഫ്രം വരുന്നുണ്ട്, especially due to COVID perhaps. Anyway, from all possibilities, let's try to get the best of the lot. And I'm very happy that so many people are trying. Okay, so many people are trying, and the people who are trying are here. Okay, very good. Okay. പക്ഷേ ഈ ഒരു മേഖലയിൽ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, പേഴ്സണൽ താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ ഞാൻ കണ്ടിരുന്ന ഏറ്റവും വലിയ ഗുണം, ഫസ്റ്റ് ഇയറിൽ പ്രോജക്ട്സ് തുടങ്ങിയാൽ ഇറ്റ് കംസ് ഫ്രം ദ മനസ്സ്, നോട്ട് ഫ്രം എന്താ പറയാ മറ്റേ നിർബന്ധങ്ങൾ കൊണ്ടല്ല വരുന്നത്, അത് മനസ്സിൽ നിന്ന് വരുന്ന പ്രോജക്ട്സ് ആണ്. ഞങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്. കുട്ടികൾ ചെയ്യുന്നതൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു വേദി വരുന്നില്ല, എക്സെപ്റ്റ് ഓൺ ദ കോളേജ് വെബ്സൈറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൂടി കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. അതായത് എക്സ്പോഷർ കിട്ടുകയാണെങ്കിൽ, എപ്രിസിയേഷൻ കിട്ടുകയാണെങ്കിൽ ഉയരങ്ങളിലേക്ക് പോകാൻ കൂടുതൽ സാധ്യതകളില്ലേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിക്ക് അങ്ങനത്തെ വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതായത് എന്തോ ഒരു ക്ലാസ്സിന് ഉണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് അയക്കാനൊക്കെ ആവുമ്പോഴേക്കും ഒരു ലെവൽ ആവണമല്ലോ. ഇറ്റ്സ് പോസിബിൾ to give exposure to whatever some little ones are doing. I think that may be a good idea. I'm not just suggesting it. Okay, I'm not any person. I'm not big enough to make this suggestion. Just a suggestion to say. Thank you. Thank you for all the answers. Yeah, thank you. Ganga, just one request. If everyone can put on their camera, we can probably take one snap. There'll be, wherever it is possible. I know some people might not be in a position to put their camera on, but സജി സാറ് കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. സാർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട്. യെസ് സർ, യെസ് സർ. പ്രദീപാണോ എടുക്കുന്നത്, or should I take I can also do a screen capture. You please, Casey, you please. എടുത്തെങ്കിലേ അടുത്തോടെ എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ഞങ്ങൾ ഈ റിവ്യൂ ചെയ്തപ്പോൾ മനസ്സിലായത് 4-5 കുട്ടികൾ ഒരേ ബ്രാഞ്ചിൽ നിന്ന് ഒരേ സെമസ്റ്ററിൽ നിന്നാണ് ഇപ്പം പ്രൊജക്ടിന് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ട് ഇലക്ട്രോണിക്സും മെക്കാനിക്കലും നിങ്ങളെ കണ്ട എല്ലാ പ്രൊജക്റ്റും തന്നെ ഒരു പ്രൊജക്റ്റും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം മാത്രമായിരിക്കില്ല. അപ്പൊ ഞങ്ങൾ NIT സൂറത്കല്ല് ചെയ്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളെ ഒരു ഔട്ട് ഓഫ് ക്ലാസ് റൂം പ്രൊജക്റ്റ് ആയിട്ട് എടുത്ത് ഫസ്റ്റ് ഇയർ മുതൽ PhD വരെയുള്ള കുട്ടികളെ ഒന്നിച്ചു കൂട്ടാൻ, അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പിലേക്ക് ഒന്നിച്ചു കൂട്ടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ നല്ലൊരു വിജയം കണ്ടു. ആദ്യത്തെ കുറച്ച് തവണകൾ നല്ല ശരിക്കും ശ്രമകരമായിരുന്നു, അത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ പിന്നെ ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഔട്ട് ഓഫ് ക്ലാസ് റൂം പ്രോജക്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രേഡഡ് പ്രോജക്റ്റ് അല്ലാതെ വരുന്നത് ആവുന്നു. അങ്ങനെ എന്തെങ്കിലും അത് ആലോചിക്കാവുന്നതാണ് സാർ. അതായത് നമ്മളിപ്പം 2023 മുതൽ ഒരു മേജർ കരിക്കുലം റീവാമ്പിംഗ് ബിടെക്കിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ NIT ചെയ്യുന്നത് പോലെ അല്ലാതെ നമുക്ക് ഇത് കുറച്ചും കൂടി ശ്രമകരമാണ്. കാരണം കൃത്യമായിട്ട് അത് ഈ കരിക്കുലത്തിലൂടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആൾക്കാരത് ചെയ്യുള്ളൂ. അത് തീർച്ചയായിട്ടും ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ചും ഫസ്റ്റ് ഇയറിൽ ഒരു ഡിസൈൻ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സ് പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങി അതൊരു ഇന്റർഡിസിപ്ലിനറി പ്രോജക്റ്റ് ആയിട്ട് വരുത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഫൈനൽ ഇയർ പ്രോജക്റ്റ് തന്നെ ഇന്റർഡിസിപ്ലിനറി ആയിരിക്കണമെന്ന് നമ്മൾ മാൻഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു പ്രോജക്റ്റ് കൂടി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങള്
ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കാര്യവും ഒരേപോലെ നടക്കണം, യൂണിഫൈഡ് ആയിട്ട് എല്ലാ കോളേജിലും നടക്കണം എന്നുണ്ടെങ്കിൽ അത് കരിക്കുലം ക്ലിയർ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യണം. എന്താണ് നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല. അത് കൃത്യമായിട്ട് ഇതിന് വന്നാലേ എല്ലായിടത്തും എത്തുള്ളൂ, എല്ലാ കുട്ടികളിലും എല്ലാ അധ്യാപകരിലും ഒരേപോലെ എത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമുക്ക് നോക്കാം. അല്ല, അതായത് ഇപ്പം നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ടെക്നോളജിയും ഡൊമൈനും തമ്മിലുള്ള ഇന്റഗ്രേഷൻ ഈ കുട്ടികൾക്ക് ഒരിക്കലും കിട്ടുന്നതേ ഇല്ല. ഈ 4 വർഷത്തെ പഠനത്തിൽ കിട്ടുന്നതേ ഇല്ല. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളെ കുറെ ആൽഗോരിതംസും കുറെ ടോയ് പ്രോജക്റ്റും ഒക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ മെഷീൻ ലേണിംഗ് എന്താണ് വേണ്ടതെന്നുള്ള റിയൽ പ്രോബ്ലം അവിടെയാണ് ഇരിക്കുന്നത്. അത് രണ്ടും കൂടി കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പഠന സംവിധാനം എങ്ങനെ കൊണ്ടുവരാൻ ബിടെക്കിന് പറ്റും എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ലോകത്താകമാനമുള്ള എല്ലാ എന്റർപ്രൈസസും ഇപ്പൊ അങ്ങനെയാണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അത് എഞ്ചിനീയറിംഗിന്റെ ബേസിക് എഞ്ചിനീയറിംഗ് സയൻസസ് എന്നുള്ളത് വേണ്ടത് ഒരു ചെറിയൊരു സമൂഹം മാത്രമേ ആയി വരുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ 2 രീതിയിൽ ഇതിനെ കാണണമെന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഈ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് തന്നെ ബേസിക് ആയിട്ടും അതിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കും ഇതുപോലെയുള്ള ഒരു വേറൊരു ലെവലിൽ നിന്നുകൊണ്ട് ഒരു പ്രോബ്ലം സോൾവിങ് എന്നുള്ള അതിലേക്ക് അങ്ങനത്തെ കരിക്കുലം സ്ട്രക്ചറിങ്ങും ആവശ്യമായി വരുമോ എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജി ഇമ്മേർഷൻ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സിലും സൊല്യൂഷൻസിലും സിസ്റ്റംസിലും ഒക്കെ വരുമ്പോൾ തോന്നുന്നത്. ഇത്തരത്തില് ആക്ച്വലി മാം, ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം കണ്ടിട്ടുള്ള ഒന്ന് മറ്റേ ഇതിന്റെ ഒരു കമേഴ്ഷ്യൽ വയബിലിറ്റി എന്നുള്ളത് സ്റ്റുഡൻസ് ആലോചിക്കുന്നില്ല എന്നുള്ളത്, വിച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, പ്രോബ്ലി ദേ ആർ നോട്ട് എക്സ്പോസ് ടു ദാറ്റ്. പക്ഷെ ഈവൺ ഒരു ടെക്നോളജി, ഒരു ബിസിനസ്, ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു ടെക്നിക്കൽ വയബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്നുള്ളത് പോലും അതിനെക്കുറിച്ച് ദേ ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ഇറ്റ് ആസ് എ അക്കാഡമിക് പ്രോജക്ട്. ദേ ആർ നോട്ട് ലൈക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന പാർട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അതിനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് പുറത്തിറക്കുമ്പം ഉള്ള സ്പെസിഫിക്കേഷൻസ് നമ്മൾ ചോദിച്ചു കഴിയുമ്പം ദേ ഹാവൻ തോട്ട് അബൌട്ട് ഇറ്റ് എന്നുള്ള അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അതെ, അങ്ങനെ കുട്ടികൾക്ക് ചോദിക്കാനുള്ള ഒരു ഇൻപുട്സ് അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഓക്കെ, ഒരു കുറച്ച് സബ്ജക്ട്സ് പഠിക്കുന്നു, കുറച്ച് ലാബ്സ് ചെയ്യുന്നു. അപ്പൊ ഇതിനെല്ലാം കൂടെ ലിങ്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിൽ ഇപ്പൊ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഓരോന്നും എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഈ ലാബ് ഏതിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോമ്പറ്റൻസ്, അങ്ങനെ അതൊരു പ്രോജക്ട് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇത് കിട്ടുള്ളൂ, അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസിലൂടെ പറ്റുള്ളൂ. Okay. Most of the time reading engineering rather than doing engineering. അങ്ങനെ അത് നിശ്ചയമായിട്ടും അങ്ങനത്തെ അത് തന്നെയാണ് ഒരു മേജർ ബുദ്ധിമുട്ടുള്ളത് നമുക്ക്. അത് ചെയ്യേണ്ടത് ഔട്ട്സൈഡ് തന്നെയാണ്. കോളേജിന് ചെയ്യാൻ പറ്റില്ല. ഇൻഫാക്ട് the biggest mistake is that college is trying to do that. College should not do that. College is expected to do only knowledge. ആ സ്കില്ല് കൊടുക്കേണ്ടത് വേറെ ആൾക്കാരാണ്. നമ്മൾ അത് കോളേജിൽ തന്നെ കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അലുമിനി അസോസിയേഷൻസും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് IIM. IIM-ൽ ആസ് എ ഫാക്കൽറ്റി I teach only the subject, but there is an interest group which is mentored by the senior students who are now in the industry, who primarily link what is taught in the classroom to the real life world. ആ ഒരു മോഡൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഫാക്കൽറ്റി തന്നെ ടീച്ചിങ് ചെയ്യണം, ഫാക്കൽറ്റി തന്നെ ഇൻഡസ്ട്രി സാധനങ്ങളും ചെയ്യണം എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഫാക്കൽറ്റിക്ക് ഇൻഡസ്ട്രിയിൽ ഫാക്കൽറ്റി ഇൻവേഴ്സ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമും നമുക്കില്ല. Then where will they get it? They can only, at best, they can get it only by reading. So I think it is time that industry and others, especially alumni, should start thinking about this. നമ്മൾ വെറുതെ കോളേജിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇത് ആ ഒരു എക്കോസിസ്റ്റം ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ മിസ് ചെയ്ത് പോയിട്ടുള്ളത്. Industry wants ready-made people from college without even putting one step from the industry to make sure that that is available over there, except few industries which recruit in large numbers. അവിടെയാണ് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഗ്യാപ്പ് ഉള്ളത്. അവിടെ ശരിക്കും ദർശന പോലെയുള്ള ഓർഗനൈസേഷൻസിന് ഭയങ്കരമായിട്ട് പ്ലേ ചെയ്യാൻ, വളരെ വലിയൊരു റോള് പ്ലേ ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു 6 മണിയായി. മേ ബി
ലാർജ് നമ്പേഴ്സിൽ റിക്രൂട്ട് ചെയ്യുന്നവരെല്ലാവരും ഒരു 6-8 months ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഫോഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മള് ഇപ്പൊ കഴിഞ്ഞ 10-20 വർഷം പുറകോട്ട് ആലോചിച്ചാൽ we had only been thinking about that workforce. ഇപ്പോഴാണ് നമ്മൾ ഉണർന്ന് ഇതിനെ കുറിച്ച് സംരംഭങ്ങളും ജോലി ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്. അപ്പൊ അത് വരണം എന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവരുടേതായിട്ടുള്ള റോൾ ഇതിൽ പ്ലേ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ഇടപെടലുകൾ നടത്തേണ്ടതാണ് ഇപ്പൊ നമുക്കുള്ള ഉത്തരവാദിത്തം. ഹലോ. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. അതെ, 6 മണിയായി. അപ്പം എനിക്ക് തോന്നുന്നു അലക്സ് ജെയിംസ് സാർ എന്തോ മേ ബി യു കൻ മേക്ക് എ ഷോർട്ട് കമന്റ്. വളരെ ഷോർട്ട് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാല്, കറിക്കുലം ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് കറിക്കുലം നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലുള്ള കറിക്കുലം മെജോറിറ്റി യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 20 years ബാക്കിലോട്ടാണ്. ആൻഡ് ദാറ്റ്സ് നോട്ട് ബിക്കോസ് ഇവിടെ ടീച്ചിങ് നല്ലതോ അല്ലെങ്കിൽ ആൾക്കാർ മോശമായോ ഒന്നുമല്ല. വി ഹാവ് വെരി ഗുഡ് പീപ്പിൾ ഇൻ ദ സിസ്റ്റം. പക്ഷെ ദർ ഈസ് എ സോർട്ട് ഓഫ് comfort that sits into everyone's mind. ഈ എഞ്ചിനീയറിംഗ് കീപ്സ് ഓൺ ചേഞ്ചിങ് വെരി വെരി ഫാസ്റ്റ്. ആ ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർനാഷണലി കുറെ സാധനങ്ങൾ ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് വർക്ക്സ്, വാട്ട് ഡസ് നോട്ട് വർക്ക്. ഈവൻ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് വന്നു. അങ്ങനെ കുറെ സാധനങ്ങൾ വരാൻ നേരത്ത് അതിനനുസരിച്ചിട്ട് വി ഹാവ് ടു ചേഞ്ച് ദ മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ who are actually running the things, right? അപ്പം it's a 360-degree problem. ഒരു സൈഡിൽ മാത്രമുള്ള ഒരു ഇഷ്യൂ അല്ല. സോ കരിക്കുലം നീഡ്സ് an update. This is a reality. ചേഞ്ച് ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ളത് that is something that people have to understand. That is also a reality. Industry contribution വേണ്ടത്, it's a industry usually comes in play. പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ the trust is built over many years. For trust, how do you incorporate? Can an industry come to a campus and just select without an interview? അങ്ങനെയാണെങ്കിൽ you can see that the industry would trust the student. Education out of trust team. If you look at many colleges, campus placements and everything, industry is not very confident that graduate in a student is of that quality. How do you bridge that gap? How to build that trust? Once trust build, funds will come in, changes will happen. And at the same time, there are large companies in the country which can contribute back. Our contribution is relatively very low compared to you look at UK or US or other places. It's a pale type of problems under, but then the thing is solution takes its own course and time, and we are in the middle of that change. Adinulla oru issue aanadu, but there are a lot of things. What I personally believe is that even with the current curriculum, there are so many things that people can do if people want to. Okay. Of course, the curriculum needs to change. But even with the current curriculum, there are so many things. But our initiative has to come from the individuals to a great extent to make the things going. Okay. എനിക്ക് തോന്നുന്നത്, we have kind of 6:05 ആയി. So thanking everyone once again. And we will connect back with all the key stakeholders to fine-tune our program and take it forward. Thank you. Have a good day. Thank you. Thank you.